ഹായ് ഓൾ. ഇന്ന് നമ്മൾ IAS ഫൗണ്ടേഷൻ ക്ലാസ്സിന്റെ സയൻസിൽ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് 6th സ്റ്റാൻഡേർഡിലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ 6th സ്റ്റാൻഡേർഡിൽ കമ്പോണൻസ് ഓഫ് ഫുഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഇത് ഫൗണ്ടേഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസ് ആയിട്ട് ആണ് സയൻസ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാം. ചാപ്റ്റർ തുടക്കത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിൽ കഴിക്കുന്ന ഫുഡുകളെ മനസ്സിലാക്കി അത് മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതുപോലെ ഇന്ത്യയിൽ പല ഭാഗത്തും ഇത് നമുക്കറിയാം, നമ്മൾ ഭക്ഷണ രീതികൾ എന്ന് പറയുന്നത് എല്ലാം വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇന്ത്യയിലെ ഭക്ഷണ രീതികളും അതേപോലെ വിദേശത്തെ ഭക്ഷണ രീതികളും വ്യത്യാസമാണ്. അതേപോലെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ പലതരം സ്റ്റേറ്റ്സിലും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികളാണ്. കേരളത്തെ പോലെ അല്ല അല്ലെ? തമിഴ്നാട്ടിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ വേറെ ആയിരിക്കും, അങ്ങനെ വ്യത്യസ്തമായിരിക്കും. അതേപോലെ നമ്മൾ വേറൊരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള ഭക്ഷണ രീതിയും നോർത്ത് ഇന്ത്യയിലുള്ള ഭക്ഷണ രീതിയും തന്നെ വ്യത്യാസമാണ് അല്ലെ? സൗത്ത് ഇന്ത്യയിൽ കൂടുതലും നമ്മൾ അരിയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ നമ്മൾ അരി ഭക്ഷണമാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. എങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോകുന്ന സമയത്ത് അവർ മെയിൻ ആയിട്ട് വീറ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്, ഗോതമ്പാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഫുഡ് ഐറ്റത്തിന്റെ പേരുകൾ എഴുതി അതായത് മാപ്പിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ ഓരോരോ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ഓരോരിതായിട്ട്. അത് ഇന്ത്യന്റെ പല ഭാഗങ്ങളായിട്ട് മാർക്ക് ചെയ്തിട്ട് ഉണ്ടാവും. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, ഒരു മീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണമാണ് മീൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഒരു മീൽ എന്ന് പറയുന്നത് ചപ്പാത്തി, ദാൽ ആൻഡ് ബ്രിഞ്ചാൾ കറി ഉള്ളതാണ് ഒരു മീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഒരു ഭക്ഷണത്തിനെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ചപ്പാത്തി, ദാൽ, ബ്രിഞ്ചാൾ കറി എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ കഴിക്കുന്നു. അതിനുശേഷം വേറൊരു മീൽ എന്ന് പറയുന്നത് റൈസ്, സാമ്പാർ, അല്ലെങ്കിൽ ഒരു ലേഡീസ് ഫിംഗർ. ബിന്ദി എന്ന് പറയുന്നത് ഹിന്ദി പേരാണ്. ലേഡീസ് ഫിംഗറിനെ നമ്മൾ ഹിന്ദിയിലാണ് ബിന്ദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു വെജിറ്റബിൾ പ്രിപ്പറേഷൻ ആണ്. ഒരു ലേഡീസ് ഫിംഗർ കൊണ്ട് നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഉണ്ടാക്കുക? ലേഡീസ് ഫിംഗർ കൊണ്ട് ഒരു ഉപ്പേരി അങ്ങനെ ആയിരിക്കും അല്ലെ? അപ്പൊ സാമ്പാർ, ഒരു ഉപ്പേരി എന്ന് പറയുന്ന ലേഡീസ് ഫിംഗർ കൊണ്ട് ഒരു പ്രിപ്പറേഷൻ, പിന്നെ റൈസ്. അതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം പിന്നീട് വരുന്നത് ഒരു അപ്പം, ഫിഷ് കറി, അതേപോലെ വെജിറ്റബിൾസ് ആണ്. അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നിങ്ങൾ ഇവിടെ നോക്കൂ, വ്യത്യസ്ത തരമായിട്ടാണ്. അതായത് ഒരു നേരം കഴിച്ച അതേ ഫുഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ രാവിലെ കഴിച്ചത് തന്നെയല്ല ഉച്ചയ്ക്ക് കഴിക്കുന്നത്, അതേത് തന്നെയല്ല രാത്രി കഴിക്കുന്നത്. സോ മീൽസ് എന്ന് പറയുന്നത് ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള മീലുകളാണ് ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു ഭാഗത്ത്, നമുക്ക് ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഒരു ആക്ടിവിറ്റി 1 കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴും കഴിക്കുന്ന മീൽ എന്ന് പറയുന്നത് അത് യൂഷ്വലി അതിന് ഒരു ഐറ്റം എങ്കിലും, ഒരു ഗ്രെയിൻ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റം എങ്കിലും അതിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ധാന്യം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റം അതിൽ ഉണ്ടാവണം ഒരു മീൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ നോക്കൂ, നിങ്ങൾ അതിൽ ഒരു ഗ്രെയിൻ, എന്തെങ്കിലും ഒരു സം കൈൻഡ് ഓഫ് ഗ്രെയിൻ അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗ്രെയിൻ എന്ന് പറയുന്നത്, നമ്മൾ കേരളീയർക്ക് ഏറ്റവും കൂടുതലുള്ള ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റൈസ് തന്നെയാണ് അല്ലെ? അരി ഭക്ഷണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുക. അപ്പോ അതിലൊരു ഗ്രെയിൻ എന്തായാലും നമ്മുടെ മീലിൽ ഉണ്ടാവും. പിന്നെ വേറെ ഐറ്റം എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ദാൽ, അല്ലെങ്കിൽ ഒരു മീറ്റിന്റെ ഡിഷ്. ഇപ്പൊ നമുക്ക് പറയാം ഒരു ചിക്കൻ കറിയാണ്, അല്ലെങ്കിൽ ദാൽ എന്ന് പറയുമ്പോൾ അത് പരിപ്പിനെയാണ് നമ്മളിവിടെ ദാൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതാവാം, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആയിരിക്കും. അപ്പോ ഒരു ഗ്രെയിനിന്റെ ഒരു ഗ്രെയിൻ വേണം, ഒരു ഐറ്റം ഗ്രെയിൻ വേണം. അതേപോലെ ഒന്നില്ലെങ്കിൽ അപ്പൊ ഗ്രെയിൻ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡിന്റെ കമ്പോണൻസ് പഠിക്കുന്നത് നമ്മൾ അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ഒരു ഗ്രെയിൻ ആണ് ആദ്യം കഴിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ഐറ്റം അതാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം നമ്മൾക്ക് ഊർജം നൽകുന്നതാണ്. ഗ്രെയിനിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഊർജം നൽകുന്ന ഒരു പോഷക ഘടകമാണ്, അല്ലെങ്കിൽ അത് ആണ് എന്ന് പറയാം. ദാൽ അല്ലെങ്കിൽ ഒരു മീറ്റ് എന്ന് പറയുന്ന ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ആണ്. നിങ്ങൾക്കറിയാം, പ്രോട്ടീൻ ആണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും വേണം. വെജിറ്റബിൾസ് വേണം, എന്തായാലും വെജിറ്റബിൾസ് വേണം, കാരണം അത് നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് കേർഡ്, ബട്ടർ മിൽക്ക് ആൻഡ് പിക്കിൾസ്. ഓക്കെ, നമുക്ക് ഇതില് കേർഡിനെയും ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത്, കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സിന്റെ ഗണത്തിൽ പെടുത്താം. ഓക്കെ, പ്രോബയോട്ടിക്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഈ കേർഡ് അല്ലെങ്കിൽ ബട്ടറിനെ നമുക്ക് പ്രോബയോട്ടിക്സ് എന്ന് പറയാം. എന്താണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്? പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ അതായത് മൈക്രോ ഓർഗാനിസംസ് ഉള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ പുളിച്ച ഭക്ഷണങ്ങളിൽ ലീവിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അതായത് ബാക്ടീരിയാസ് ആയിക്കോട്ടെ, ഫംഗസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ല. നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുടലിന് നല്ലതാണ്. ഓക്കെ, നമ്മൾ കേട്ടിട്ടില്ലേ, നല്ല ഗുഡ് ഗട്ട് ബാക്ടീരിയാസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ്. അപ്പൊ നമ്മുടെ കുടലിന് വളരെ നല്ലതായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ കേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് എന്നൊക്കെ പറയുന്നത്. എന്താണ്, നമ്മുടെ കുടലിന് നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, പ്രോബയോട്ടിക്സിന് വേണ്ടി നമ്മൾ കേർഡ്, ബട്ടർ മിൽക്ക് ഒക്കെ ഉപയോഗിക്കാം. ഇനി പിക്കിൾ. പിക്കിൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഉപ്പും എല്ലാം വേണം അല്ലെ? അതിനായിട്ട് പിക്കിളും നമുക്ക് വേണമെങ്കിൽ വെക്കാം. ഇനി ഒരു ടേബിൾ 1.1 കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. പഞ്ചാബിലാണെങ്കിൽ അവിടെ നമ്മൾ ഒരു ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ട് അവർ ഉപയോഗിക്കുന്നത് കോൺ ആണ്. ഓക്കെ, കോൺ, അതായത് എന്താ ചോളം അല്ലെ? ചോളത്തിനെയാണ് കോൺ എന്ന് പറയാം. അപ്പൊ നമ്മൾ അവിടെ മക്കി എന്നാണ് പറയാ. നമുക്ക് ഹിന്ദിയിൽ അതിനെ പറയുന്നത് മക്കിയാണ്, മക്കി റൊട്ടി. അതായത് അത് വെച്ചിട്ട് ഒരു ചപ്പാത്തി പോലൊരു സംഭവം ഉണ്ടാക്കുന്നു. പിന്നെ അവിടെ ദാൽ അല്ലെങ്കിൽ മീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദാല് അല്ലെ, ഒരു പരിപ്പിന്റെ വക, അല്ലെങ്കിൽ പൾസസ് എന്തെങ്കിലും ഒന്ന് വേണം, അല്ലെങ്കിൽ ഒരു മീറ്റിന്റെ ആണ് വേണ്ടത്. അപ്പൊ ഇത് രാജ്മ, കിഡ്നി ബീൻസ്, നമുക്കറിയാം അല്ലെ, രാജ്മ നമ്മള് ഇപ്പൊ സുലഭമായിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് രാജ്മ, കിഡ്നി ബീൻസ്. പിന്നെ നമ്മൾ വെജിറ്റബിൾസിനായിട്ട് എടുത്തിരിക്കുന്നത് സർസോൺ സാഗ് എന്നാണ്. അപ്പൊ അതായത് അവിടെ റീജിയണൽ ആയിട്ടുള്ള ഒരു പേരാണത്, അവിടെ ഉപയോഗിക്കുന്ന പേരാണ്. പഞ്ചാബിൽ സർസോൺ സാഗ് എന്ന് പറഞ്ഞാലേ അറിയില്ലോ അല്ലെ? അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് മസ്റ്റേർഡ് ലീഫ് ആണ്. മസ്റ്റേർഡ് ലീഫ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കറിയാണ് സർസോൺ സാഗ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ കുറച്ച് പ്രോബയോട്ടിക്സ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കേട് കൊടുത്തിട്ടുണ്ട്, തൈര് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഫാറ്റിന് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിൽ ഫാറ്റും ആവശ്യമാണ്, അപ്പൊ അതിനു വേണ്ടി ഗീ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചു മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാവും എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഭക്ഷണ രീതിയിൽ തന്നെ ഭയങ്കര വൈവിധ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലനിർത്തി പോകുന്നത് എന്ന്. അല്ലെങ്കിൽ രാവിലെ കഴിച്ച ഭക്ഷണം അല്ല നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്, അല്ലെങ്കിൽ അത് രാത്രിക്ക് കഴിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഗ്രെയിന് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ദാൽ അല്ലെങ്കിൽ മീറ്റ് ഉൾപ്പെടുത്തണം, വെജിറ്റബിൾസ് വേണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഫാറ്റിന്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു കണ്ടന്റും ഒപ്പം തന്നെ ഒരു പ്രോബയോട്ടിക്സിന്റെ എന്തെങ്കിലും ഒന്നും വേണം എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് എന്നുള്ളതിന്റെ കാരണം ഈ ചാപ്റ്ററിന്റെ അവസാനമാകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള കാര്യം മനസ്സിലാവുള്ളൂ. ഇനി നമ്മൾ ആന്ധ്രയെ എടുക്കുന്ന സമയത്ത് ആന്ധ്രയില് ഒരു ഗ്രെയിനിന്റെ ഐറ്റം എന്താണ്, റൈസ് ആണ്. ഓക്കെ, റൈസ് ആണ്. അതേപോലെ തന്നെ ദാലിന്റെ അല്ലെങ്കിൽ മീറ്റിന്റെ ഒരു ഐറ്റം ഓഫ് ദാൽ ഓർ മീറ്റ് എടുത്തു കഴിഞ്ഞാൽ തൂർ ദാൽ ആണ് എടുത്തിരിക്കുന്നത് അവിടെ. അതേപോലെ രസം. ഓക്കെ, രസം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വെജിറ്റബിൾസ് നോക്കൂ. അത് അവിടുത്തെ ഒരു വെജിറ്റബിൾ ആണ്. ഓക്കെ,
കുന്തുരു എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾസ്. ഓക്കെ, അത് ജസ്റ്റ് അത് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് വ്യത്യസ്തമായിട്ടുള്ള നാടുകളിൽ അവിടെ കിട്ടുന്ന പച്ചക്കറികളും അവിടെയുള്ള പേരുകൾ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരിക്കും എന്ന് നമുക്ക് അറിയാലോ. ഇനി ബട്ടർ മിൽക്ക്, അതേപോലെ ഗീ, പിന്നെ പിക്കിൾ. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ടുള്ള അതായത് ഓരോരോ സ്ഥലങ്ങളിൽ ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ വെജിറ്റബിൾസും അല്ലെങ്കിൽ അവിടെ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾക്ക് എപ്പോഴും ഈ ഭക്ഷണ രീതി തുടരാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നും നമുക്ക് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം എല്ലാവർക്കും ഇത് അഫോർഡബിൾ ആവില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പക്ഷെ നമ്മൾ എപ്പോഴും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനല്ല പറയുന്നത്. എക്സ്പെൻസീവ് എന്നുള്ള രീതിയിലല്ല ഇവിടെ ഭക്ഷണത്തിന് ഇങ്ങനെ, അതായത് ഏറ്റവും പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സോ എപ്പോഴും നമുക്ക് വെറൈറ്റി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ എന്നില്ല, പറ്റില്ല, അത് സാധ്യമല്ല. കാരണം നമ്മളിപ്പോ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെ, എന്താണോ നമ്മൾക്ക് അപ്പൊ ലഭിക്കുന്നത് അത് കഴിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. അല്ലാതെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു നമ്മൾ എന്നും കഴിക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. സോ അത് എല്ലാവർക്കും എന്താണ് പോസിബിൾ ആവണം എന്നില്ല. ചില ആളുകൾക്ക് മാത്രമേ കഴിക്കാനായിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഇതിൽ കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണം, അല്ലെ, ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവന്നതിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രെയിൻ വേണം, അല്ലെങ്കിൽ ഒരു ദാലോ അല്ലെങ്കിൽ മീറ്റ് വേണം, വെജിറ്റബിൾസ് വേണം എന്ന് ഞാൻ ഓൾറെഡി ആ ഡിസ്ട്രിബ്യൂഷന് കാരണം എന്താണെന്ന് ജസ്റ്റ് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അത് തന്നെയാണ് കാരണം. അതായത് പല ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ബോഡിക്ക് അത് ആവശ്യമാണ്. അതിനൊരു എന്താണ്, അത് ഓരോരോ പേർപ്പസ് ഉണ്ട് അതിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോ ഡു യു തിങ്ക് ദാറ്റ് അവർ ബോഡി നീഡ്സ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് ഫോർ സം സ്പെഷ്യൽ പേർപ്പസ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആൻസർ എന്താണ്? ആണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോ ഉണ്ട്, അതിൽ കുറെ പേർപ്പസുകൾ ഉണ്ട്. സോ അടുത്ത ഒരു ഇതിൽ ചോദിക്കുന്നുണ്ട്, വാട്ട് ഡു ഡിഫറെന്റ് ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ നമ്മൾ ഇപ്പൊ ഈ ഡിഷസ് ഒക്കെ കണ്ടതില് എല്ലാം ഒരു വിഭവം കൊണ്ട് മാത്രം അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെ? അത് പലതരം ചേരുവകൾ ചേർത്തിട്ടാണ്, ഒന്നിൽ കൂടുതൽ ചേരുവകൾ ചേർത്തിട്ടാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഒരു ഒരു ഇത് മാത്രമല്ല. ഇപ്പൊ നമുക്കറിയാം, കുക്കിംഗ് ഷോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യമായിട്ട് അവര് കുക്കിംഗ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറയുന്നതിന് മുൻപ് അവർ മുൻപ് എന്താ പറയാ, ഈ ഇൻഗ്രീഡിയൻസ്, ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക, അല്ലെ? അപ്പോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം അവർ പറയും. അപ്പൊ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണം. അത് നമ്മൾ ചിലപ്പോൾ പ്ലാന്റ്സ് നിന്നാവാം, ചിലപ്പോൾ അനിമൽസ് നിന്നാവാം. ഇപ്പോ സ്പൈസസ് ഒക്കെ, അതിനൊക്കെ വളരെയധികം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എന്താണ് ആരോഗ്യപരമായ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനുള്ള ഒരുപാട് സ്പൈസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചേർത്തുന്നുണ്ട് ഒരു ഭക്ഷണത്തില്. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ചില കമ്പോണന്റുകൾ അതിലുണ്ട്. ഈ ഇൻഗ്രീഡിയൻസിന് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ചില കമ്പോണന്റ്സ് അതിലുണ്ട്. ഈ കമ്പോണന്റുകളെ പറയുന്ന പേരാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഈ കമ്പോണന്റുകളെ പറയുന്ന പേരാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്രിയൻസ് ആണ് ഈ കമ്പോണന്റ് പറയുന്ന പേരെന്താണ്? ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് എന്നാണ് നമ്മൾ പറയാം. സോ നമ്മുടെ ഫുഡിലുള്ള എന്തെല്ലാമാണ് നമ്മുടെ ഫുഡിലുള്ള മേജർ ആയിട്ടുള്ള ന്യൂട്രിയൻസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അളവിൽ നമുക്ക് കാണാൻ പറ്റുന്ന ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, അതുപോലെ വൈറ്റമിൻസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഫുഡിലുള്ള പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇതിന് പുറമേ തന്നെ നമ്മൾ ഭക്ഷണത്തില് ഡയറ്ററി ഫൈബേഴ്സും അതേപോലെ വാട്ടറും അടങ്ങിയിട്ടുണ്ട്. ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറഞ്ഞ എന്താണ്? നാരുള്ള ഭക്ഷണങ്ങളെ നമ്മൾ ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറഞ്ഞ എന്താ? നാരടങ്ങിയ ഭക്ഷണങ്ങളാണ് അത്. അതേപോലെ വാട്ടർ, അല്ലെ, വെള്ളവും നമ്മുടെ ശരീരത്തിൽ എന്താണ് വേണം. നമ്മുടെ ശരീരത്തിൽ ഒരു 60% വെള്ളമാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ വെള്ളം നമ്മുടെ ശരീരത്തിൽ വളരെയധികം ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്.
അപ്പോൾ ഏതൊക്കെയാണ് ഒരു ഭക്ഷണത്തിലുള്ള മേജർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് എന്ന് ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. വിറ്റമിൻസ് അല്ല, വൈറ്റമിൻസ് എന്നാണ് അത് പറയേണ്ടത്. നമ്മൾ വിറ്റമിൻസ് എന്നാണ് കേട്ടിരിക്കുന്നത്. സോ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയാം. അതിൽ കൂടാതെ ഡയറ്ററി ഫൈബേഴ്സ്, അതേപോലെ വാട്ടറും കൂടി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇനി ഇതിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡു ഓൾ ഫുഡ്സ് കണ്ടെയ്ൻ ഓൾ ദീസ് ന്യൂട്രിയൻസ്? എല്ലാ ഫുഡിലും ഈ നീ പറഞ്ഞിട്ടുള്ള എല്ലാ ഘടകവും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ചില മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചില മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ ന്യൂട്രിയൻസ് എല്ലാത്തിലും ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂട്രിയന്റ് മാത്രമാണോ ഒരു ഭക്ഷണ വസ്തുവിൽ ഉള്ളത്, അത് ഒന്നിൽ കൂടുതൽ ന്യൂട്രിയൻസ് ഒരു ഭക്ഷ്യവസ്തുവിൽ ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് ഒന്ന് പച്ചയായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റിലും ടെസ്റ്റ് ചെയ്യും. അതായത് ഇപ്പൊ ഒരു പൊട്ടാറ്റോ എടുക്കുകയാണെങ്കിൽ അത് പച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യും. അതേപോലെ അത് വേവിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷവും നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതായത് സ്റ്റിൽ ആ ഒരു കമ്പോണന്റ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പോണന്റ് അല്ലെങ്കിൽ ന്യൂട്രിയന്റ് എന്ന് പറയുന്നത് സ്റ്റിൽ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ടെസ്റ്റുകൾ എന്നുള്ളത്. അപ്പൊ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റിന്റെയും ടെസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ടെസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. വളരെ എളുപ്പമാണ്. കാർബോഹൈഡ്രേറ്റ് ഒരു ഭക്ഷണത്തിൽ ഉണ്ടോ, അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടോ, അല്ലെങ്കിൽ ഫാറ്റ് ഉണ്ടോ എന്ന് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വേറെ ന്യൂട്രിയൻസിനെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും കണ്ടുപിടിക്കാനാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ടെസ്റ്റുകൾ നമുക്ക് നോക്കാം. എന്തെല്ലാമാണ് ടെസ്റ്റുകൾ, എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഈ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലബോറട്ടറി കണ്ടീഷൻ എപ്പോഴും ഒരു ലാബിൽ നിൽക്കുന്ന സമയത്ത് എന്താ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം അല്ലെ. ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ട്യൂബ് വേണം. അതിനനുസരിച്ചിട്ടുള്ള അതിന്റെ കുറച്ച് ലിക്വിഡ്സ് ഒക്കെ ആവശ്യമാണ്. സൊല്യൂഷൻസ് വേണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പൊ ഇതിലും അതൊക്കെ വേണം. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അയഡിൻ, കോപ്പർ സൾഫേറ്റ് ആൻഡ് കോസ്റ്റിക് സോഡ, NaOH എന്ന് പറയുന്ന കോസ്റ്റിക് സോഡ, ഇതിന്റെ ഇപ്പൊ ഇക്വേഷൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇപ്പൊ ബേസിക് ആയിട്ട് പഠിച്ചു പോവുക. സോ ഈ ടെസ്റ്റ് നടത്താൻ നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്? അയഡിൻ ആവശ്യമാണ്, കോപ്പർ സൾഫേറ്റ് ആവശ്യമാണ്, കോസ്റ്റിക് സോഡ ആവശ്യമാണ്. നമ്മളിപ്പോ ടെസ്റ്റ് നടത്താൻ പോവാണ്. നമുക്ക് പിന്നെ എന്തും കൂടി വേണം? കുറച്ച് ടെസ്റ്റ് ട്യൂബുകൾ വേണം. അതേപോലെ ഡ്രോപ്പർ വേണം. ഈ ഡ്രോപ്പർ എന്തിനാണ്? ആ ഒരു ചിത്രത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയുടെ കയ്യിലുള്ളതാണ് ഡ്രോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രോപ്പറും ആവശ്യമാണ്. ഇനി നമുക്ക് ഈ ടെസ്റ്റ് നടത്താം. നമ്മൾക്ക് എന്തെല്ലാം അതായത് കയ്യിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് ടെസ്റ്റ് നടത്തുക. ടെസ്റ്റ് നടത്തിയതിനു ശേഷം നമുക്കൊരു ടേബിൾ അത് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ അതിന്റെ റിസൾട്ട് എഴുതുക എന്നുള്ളതാണ്. ഇനി നമ്മളുടെ കയ്യിൽ സൊല്യൂഷൻ റെഡിമെയ്ഡ് ഫോമിൽ ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ബോക്സ് ജസ്റ്റ് വായിക്കുന്നുള്ളൂ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അതായത് ഒരു അയഡിൻ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ, ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ, ഒരു അയഡിൻ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ ടിഞ്ചർ അയഡിൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതിന്റെ കുറച്ച് ഡ്രോപ്പ് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, പാതി നിറയ്ക്കുക, അതിലേക്ക് ടിഞ്ചർ അയഡിൻ കുറച്ച് തുള്ളികൾ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അയഡിൻ സൊല്യൂഷൻ അവിടെ റെഡിയാവും. ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ അവിടെ റെഡിയായി. അയഡിന്റെ വെള്ളം ചേർക്കുന്ന എന്തിനാണ്? അത് ഡൈല്യൂട്ട് ചെയ്യാനാണ്. ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആവശ്യമില്ല, ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണെങ്കിലോ, 2 ഗ്രാം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ 100 മില്ലി വെള്ളത്തിൽ ഇട്ടാൽ മതി. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ റെഡിയായി. ഇനി കോസ്റ്റിക് സോഡ സൊല്യൂഷൻ ആണെങ്കിൽ 10 ഗ്രാം കോസ്റ്റിക് സോഡ 100 മില്ലി വാട്ടർ, 100 മില്ലി വെള്ളത്തിലിട്ടാൽ കോസ്റ്റിക് സോഡ സൊല്യൂഷനും റെഡിയായി. ഇത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, ജസ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യാം. ഇനി എന്താണ് ടെസ്റ്റ് നടത്തുന്നത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ് വെച്ചിട്ടാണ്. കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ, നമ്മൾ എടുത്തിട്ടുള്ള ഫുഡ് ഐറ്റത്തിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ
എന്ന് നോക്കാനാണ് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, കുറെ ടൈപ്പ് കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ മെയിൻ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർച്ചിന്റെയും ഷുഗറിന്റെയും ഫോമിലാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കാണാനായിട്ട് സാധിക്കുക. സ്റ്റാർച്ചിന്റെ ഫോമിലും ഉണ്ട്, അതേപോലെ ഷുഗറിന്റെ ഫോമിലും എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് ആക്ടിവിറ്റി 2 ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്. സ്റ്റാർച്ച് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഒരു ഫുഡ് ഐറ്റം എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പച്ചയായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം എടുക്കുക. ഒരു ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിലും ആ ചിത്രത്തിലും ഒരു എന്താണ് ഉരുളക്കിഴങ്ങാണ് കാണിച്ചിരിക്കുന്നത്, പൊട്ടാറ്റോ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് എടുക്കുന്നു. അതില് 2-3 തുള്ളി ഡൈല്യൂട്ട് ആയിട്ടുള്ള അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുന്നു. നമുക്കറിയാലോ ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ അറിയാം അല്ലെ. ഒരു പാതി നിറച്ച ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് തുള്ളികൾ ടിഞ്ചർ അയഡിൻ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സൊല്യൂഷൻ ആണ് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള അയഡിൻ സൊല്യൂഷൻ. അപ്പൊ നമ്മൾ അത് ഒരു 2-3 തുള്ളി ഉരുളക്കിഴങ്ങിലേക്ക് ഒഴിച്ച സമയത്ത് നമ്മൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഒരു ബ്ലൂ ബ്ലാക്ക് കളർ അവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ സ്റ്റാർച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ബ്ലൂ ബ്ലാക്ക് കളർ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടെ സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഉരുളക്കിഴങ്ങില് സ്റ്റാർച്ച് എന്ന് പറയുന്ന കമ്പോണന്റ് അല്ലെ, ആ ഒരു കമ്പോണന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ന്യൂട്രിയന്റ് എന്താണ് അവിടെ പ്രസന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ പൊട്ടാറ്റോയിൽ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. ഇനി നമുക്ക് ഇതേ ടെസ്റ്റ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതേ ടെസ്റ്റ് നമുക്ക് വേറെ എല്ലാത്തിലും നമുക്ക് നോക്കാം. ഇതിൽ ഇതന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇത് പല ഫുഡ് ഐറ്റത്തിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് സ്റ്റാർച്ച് ഉണ്ടോ നോക്കാം. ഇനി നമുക്ക് എഗ്ഗിലാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. എഗ്ഗ് എടുക്കുന്നു, ടിഞ്ചർ ഓഫ് അയഡിൻ സൊല്യൂഷൻ അയഡിൻ സൊല്യൂഷൻ എടുക്കുന്നു, ഡൈല്യൂട്ടഡ് അയഡിൻ സൊല്യൂഷൻ എടുക്കുന്നു. അത് കുറച്ച് തുള്ളി ഒഴിക്കുന്നു, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നു, നോക്കുന്നു. നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുമോ? ഇനി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മുട്ട എന്ന് പറയുമ്പോൾ അതിലുണ്ടാവൂ എന്നുള്ളത് ഇല്ലെങ്കിൽ എന്തായിരിക്കും? ആ യെല്ലോ കളർ തന്നെയായിരിക്കും ഉണ്ടാവുക, ഒരു ചേഞ്ചും ഉണ്ടാവില്ല, കളറിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഓരോന്നിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രോട്ടീൻ്റെ ഉള്ള ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ ടെസ്റ്റ് നടത്തുന്നത് നമ്മളൊരു അതേപോലെ തന്നെ, അതായത് ഫുഡ് ഐറ്റത്തിന്റെ ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കാൻ പറയുന്നത് എന്താ? ഫുഡ് വേസ്റ്റ് ആക്കണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ചെറിയൊരു കഷ്ണം മതി, നമുക്ക് ജസ്റ്റ് അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിലുണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ചെറിയൊരു ക്വാണ്ടിറ്റി, വളരെ കുറച്ച് മാത്രം എടുക്കുക. ഇനി നമ്മൾ എടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് സോളിഡ് ആണെങ്കിൽ, ഇപ്പൊ നമുക്ക് പ്രോട്ടീൻ ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ എടുക്കുന്നത് സോളിഡ് ആണ്. ഇപ്പൊ പൾസസ് ഒക്കെ ആയിരിക്കട്ടെ, ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ പൾസ് ആണെങ്കിൽ തന്നെ ഇപ്പോ എന്താണ് ബംഗാൾ ഗ്രാം എന്ന് പറയുന്ന അത് കടലയോ അല്ലെങ്കിൽ വല്ല ചെറുപയർ പോലുള്ള ധാന്യങ്ങളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിലാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെക്കാം. അത് എന്ത് ചെയ്യണം? അതൊന്നില്ലെങ്കിൽ പൗഡർ ചെയ്യണം, അല്ലെങ്കിൽ അത് പേസ്റ്റ് ആക്കണം. ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മാത്രമേ ഈ ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ടെസ്റ്റ് ട്യൂബിലാണ് നടത്താൻ. അപ്പൊ എളുപ്പത്തില് നമുക്കതിൽ പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഇപ്പൊ ഈ ചെറുപയറിന്റെ മേലെ നമുക്ക് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ പ്രോട്ടീൻ ഉണ്ടോന്ന്. ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അത് പൊടിക്കുകയോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കുകയോ ചെയ്യുക. എന്നിട്ട് ഇതിനെ ടെസ്റ്റ് ട്യൂബിൽ ഇടുക. ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അപ്പൊ അതൊരു ലിക്വിഡ് ഫോമിൽ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഡ്രോപ്പർ ഉപയോഗിക്കുക. എന്നിട്ട് ഡ്രോപ്പർ നമ്മൾ ആ പിക്ചറിൽ നേരത്തെ കണ്ടല്ലോ, ഡ്രോപ്പർ. അതായത് ഈ ലിക്വിഡ് എളുപ്പത്തിന് എടുക്കാൻ സൗകര്യത്തിനുള്ള ഒരു ടൂളാണ് ഡ്രോപ്പർ, അത്രേ ഉള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ, ഒരു 2 ഡ്രോപ്പ് കോപ്പർ സൾഫേറ്റ് ഉപയോഗിക്കുക. അതേപോലെ ഒരു 10 ഡ്രോപ്പ് കോസ്റ്റിക് സോഡ ഒഴിക്കുക ടെസ്റ്റ് ട്യൂബിലേക്ക്. നന്നായിട്ട് ഇളക്കുക. ഇതില് കുട്ടി കണ്ട കോസ്റ്റിക് സോഡയും കോപ്പർ സൾഫേറ്റും എന്താണ് ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുന്ന ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുന്നു. ഒഴിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തു.
വെയിറ്റ് ചെയ്തതിന് ശേഷം അതിലൊരു വയലറ്റ് കളർ ഉണ്ടോ കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി വയലറ്റ് കളർ ഉണ്ടെങ്കിൽ ആ ഒരു ഫുഡ് ഐറ്റത്തിൽ പ്രോട്ടീൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി വയലറ്റ് കളർ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രോട്ടീന്റെ പ്രസൻസ് ഇല്ല എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞപ്പോ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൽ എന്തായിരുന്നു കളർ ചേഞ്ച് വന്നത്? ഒരു ബ്ലൂ ബ്ലാക്ക് കളറാണ്. പക്ഷെ ഇവിടെ നോക്കൂ, വയലറ്റ് കളറാണ് വരുന്നത് അല്ലെ? അപ്പൊ വയലറ്റ് കളർ ഉണ്ടെങ്കിൽ പ്രോട്ടീൻ ഉണ്ട്, ഇല്ലെങ്കിൽ അതിൽ പ്രോട്ടീൻ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താ? ഈ ബോക്സിൽ പലതരം ഫുഡ് ഐറ്റം നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള ഫുഡ് ഐറ്റം ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ പലതരത്തിലുള്ള ഫുഡ് ഐറ്റം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. റോ പൊട്ടാറ്റോ അല്ലെ, നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തതാണ്, അതിൽ സ്റ്റാർച്ച് ഉണ്ട്. ഇനി നമുക്ക് മിൽക്ക് നോക്കുമ്പോൾ പാല് നമ്മൾ ടെസ്റ്റ് ചെയ്ത് എന്തായിരിക്കും? സ്റ്റാർച്ച് അതിൽ ഉണ്ടാവോ? ഇല്ല, സ്റ്റാർച്ച് ഇല്ല. പ്രോട്ടീൻ ഉണ്ടാവും. ഫാറ്റ് എന്താണ്? ഫാറ്റ് ഇല്ല, ഫാറ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ ഗ്രൗണ്ട്നട്ട് എടുത്ത് നോക്കുന്ന സമയത്ത്, ഇനി മിൽക്കിലാണെങ്കിൽ ഒരു മിനിറ്റ്, മിൽക്കിൽ എന്താണ്? ഇല്ല, സ്റ്റാർച്ച് ഇല്ല, പ്രോട്ടീൻ ഉണ്ട്. ഫാറ്റ് എന്ന് പറയുന്നത് ഫാറ്റ് ഉണ്ട് അല്ലെ? ഫാറ്റ് കുറച്ചൊരളവിൽ എന്താണ്? ഫാറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ഗ്രൗണ്ട്നട്ട് എടുക്കുകയാണെങ്കിൽ, ഗ്രൗണ്ട്നട്ട് എന്ന് പറയുന്നത് എന്താ? കടലയാണ് അല്ലെ? ഈ കടല എടുക്കുമ്പോൾ അതിൽ സ്റ്റാർച്ച് ഉണ്ടാവും. കടല എന്നൊക്കെ പറയുന്നതൊക്കെ അതിൽ എന്താണ്? സ്റ്റാർച്ച് അല്ല, അതിലെന്താ? പ്രോട്ടീൻ ആണ് ഉണ്ടാവുക. അപ്പൊ സ്റ്റാർച്ച് ഇല്ല, പ്രോട്ടീൻ എന്ന് പറയുന്നത് ഉണ്ട്, ഫാറ്റ് എന്തായാലും ഉണ്ട്. കാരണം എന്താണ്? കടലെണ്ണ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേട്ടിട്ടില്ലേ? കടലെണ്ണ ഉണ്ടല്ലോ. അപ്പൊ അതില് ഫാറ്റ് എന്തായാലും ഉണ്ടല്ലോ. ഗ്രൗണ്ട്നട്ടിൽ നിന്നാണല്ലോ കടലെണ്ണ ഉണ്ടാക്കുന്നത്, അപ്പൊ ഫാറ്റ് ഉണ്ട്. ഇനി അൺകുക്ക്ഡ് പൗഡേർഡ് റൈസ്, കുക്ക് ചെയ്യാത്ത പൊടിച്ച അരി, അരിയിലാണെങ്കിൽ അരി എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റാർച്ച് ഉണ്ട്, പ്രോട്ടീൻ ഇല്ല, ഫാറ്റ് ഇല്ല. ഇനി കുക്ക്ഡ് റൈസ്, നമ്മൾ കഴിക്കുന്ന അരി അല്ലെ, നമ്മൾ കഴിക്കുന്ന ചോറ് എന്ന് പറയുന്നത് അല്ലെ, കുക്ക്ഡ് റൈസ്. കുക്ക്ഡ് റൈസ് എന്ന് പറയുന്ന സ്റ്റാർച്ച് ഉണ്ട്, പ്രോട്ടീൻ ഇല്ല, ഫാറ്റ് ഇല്ല. ഡ്രൈ കോക്കനറ്റിൽ നിന്നുമാണ് നമ്മൾക്ക് അറിയാം വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, ഡ്രൈ ആയിട്ടുള്ള കോക്കനറ്റ്. അപ്പൊ അതിൽ ഫാറ്റ് ഉണ്ട്, സ്റ്റാർച്ചും ഇല്ല, പ്രോട്ടീനും ഇല്ല, ഫാറ്റ് ഉണ്ട്. അൺകുക്ക്ഡ് തൂർദാൽ, അൺകുക്ക്ഡ് ആയിട്ടുള്ള ദാലാണ്, അതായത് കുക്ക് ചെയ്യാത്ത ദാലില് സ്റ്റാർച്ച് ഇല്ല, ദാൽ എന്ന് പറഞ്ഞാൽ തന്നെ പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഇല്ല. കുക്ക്ഡ് ദാലിലും എന്താണ്? പ്രോട്ടീൻ മാത്രമാണുള്ളത്, അവിടെ ഫാറ്റും ഇല്ല, സ്റ്റാർച്ചും ഇല്ല. ഇനി ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ആണ്, ഏതെങ്കിലും ഒരു സ്ലൈസ് ഓഫ് വെജിറ്റബിൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അല്ലെങ്കിൽ ഫാറ്റും എന്നൊക്കെ പറയുന്ന അളവ് ചില വെജിറ്റബിൾസിലൊക്കെ ഇതിന്റെയൊക്കെ അളവ് വളരെ 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 കുറവായിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? ഒരു വെജിറ്റബിളിന്റെ സ്ലൈസിൽ ഇത് മൂന്നും വലിയ പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഒരു ഫ്രൂട്ട് ആണെങ്കിലും ഈ മൂന്നെണ്ണവും ഇല്ല. ഓക്കെ, ഒരു ഫ്രൂട്ടിലും വെജിറ്റബിൾസിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? കാണപ്പെടുന്നത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആയിരിക്കും. ഒരിക്കലും ഒരു കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒരു എന്താണ് ഫാറ്റ് ഉള്ള ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ഉള്ള ഫ്രൂട്ടോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതൊരു മേജർ പോർഷൻ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടാവില്ല. മെയിൻലി അതിൽ വൈറ്റമിൻസും മിനറൽസും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഇനി ബോയിൽഡ് എഗ്ഗിലാണെങ്കിലോ എന്തായിരിക്കും? എഗ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? പ്രോട്ടീൻ കണ്ടന്റ് ആണ് അതിലുള്ളത്. ബാക്കി ഫാറ്റും അതേപോലെ തന്നെ സ്റ്റാർച്ചും അതിലുണ്ടാവില്ല. സോ ഇതാണ് ഈ ഒരു എക്സസൈസിൽ നിന്ന്, അതായത് ഈ ടേബിളിൽ നമ്മൾ ഈ 3 ആക്ടിവിറ്റിയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇത് പൂരിപ്പിക്കാൻ പറ്റണം. ഓക്കെ, ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ടത്. ഇത്രയും ഫുഡ് ഐറ്റത്തിലാണ് അവർ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ പക്ഷെ ഒരു ടെസ്റ്റും കൂടി നമ്മൾ ചെയ്തിട്ടില്ല. ആ ടെസ്റ്റും കൂടി ചെയ്തിട്ട് വേണമായിരുന്നു നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ഫില്ല് ചെയ്യേണ്ടിരുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് മുൻപ് ചെയ്തു പോയി. കുഴപ്പമില്ല, നമുക്കിനി അടുത്ത ടെസ്റ്റ് നോക്കാം എന്തായാലും.
ഫാറ്റിന്റെ ടെസ്റ്റ് ആണ്. ടെസ്റ്റ് ഫോർ ഫാറ്റ് ആണ് ഇതിൽ പറയുന്നത്. ഈ നമ്മളിപ്പോ 2 ടെസ്റ്റ് ചെയ്തല്ലോ. നമ്മൾ ടെസ്റ്റ് ചെയ്തത് അതായത് പ്രോട്ടീനും ടെസ്റ്റ് ചെയ്തു, അതേപോലെ സ്റ്റാർച്ചും ടെസ്റ്റ് ചെയ്തു. പക്ഷെ ഈ 2 ടെസ്റ്റിലും ഏറ്റവും എളുപ്പം എന്ന് ഞാൻ പറയുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഫാറ്റിന്റെ ടെസ്റ്റ് ആണ്. എളുപ്പമാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫുഡ് ഐറ്റം ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുന്നു, അതൊരു പേപ്പറിൽ നമ്മളിങ്ങനെ റാപ്പ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ നന്നായിട്ട് ക്രഷ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് അറിയണമെങ്കിൽ ഇപ്പൊ നമ്മൾ കടലയാണ് എടുക്കുന്നത്, കടല എടുത്തു, അത് കുറച്ച് എടുത്തിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞു, എന്നിട്ട് നന്നായിട്ട് അത് ക്രഷ് ചെയ്തു, നന്നായി അതിനെ ഇടിക്കുക. ഇടിക്കുന്ന സമയത്ത് പേപ്പർ കീറാതെ സൂക്ഷിക്കണം. അതിനുശേഷം പേപ്പർ നിവർത്തുന്നു, എന്നിട്ട് നന്നായിട്ട് അത് ഒബ്സർവ് ചെയ്യുന്നു. അതിൽ എന്തെങ്കിലും ഓയിലിന്റെ പാച്ച് ഉണ്ടോ എന്ന് നോക്കുക. അതിൽ ഓയിലിന്റെ പാടുകൾ കാണപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. അത് നോക്കാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പം എന്താണ്, കുറച്ച് ലൈറ്റിന്റെ ഭാഗത്തേക്ക് വെച്ച് നോക്കിയാൽ മതി. ലൈറ്റിന്റെ ഭാഗത്തിലേക്ക് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്താണ് കുറച്ച് ഒരു ഓയിൽ പാച്ച് കാണാൻ സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ ലൈറ്റിന്റെ ഭാഗം, അതായത് ആ നോക്കുന്ന സമയത്ത് ഓയിൽ പാച്ച് ഉണ്ടെങ്കിൽ അവിടെയുള്ള വെളിച്ചം നമുക്ക് എന്താണ് കുറച്ച് ഫെയിന്റ് ആയിട്ട് കാണുന്നത്, അല്ലെ? ഫെയിന്റ്ലി ആണ് കാണുക ലൈറ്റ് അവിടെ. ആ പാച്ചിലൂടെ നോക്കുമ്പോൾ ലൈറ്റ് എന്താ മങ്ങുന്ന പോലുള്ള ഒരു ഇതാണ് കാണുക. അങ്ങനെ ആണെങ്കിൽ അവിടെ എന്താണ് ഒരു ഓയിൽ പാച്ച് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ ഓയിൽ പാച്ച് ഉണ്ടെങ്കിൽ അതിൽ എന്താണ്, ആ ഫുഡ് ഐറ്റത്തിൽ എന്തുണ്ട്, ഫാറ്റ് ഉണ്ട് എന്നാണ് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഫുഡ് ഐറ്റത്തിൽ ഫാറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ചില ഫുഡ് ഐറ്റം നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഫാറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചിലതിൽ എന്തുണ്ടാവാം, വെള്ളം ഉണ്ടാവാം. അപ്പൊ വെള്ളം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ആ വെള്ളം ഉണ്ടെങ്കിൽ ആ ഐറ്റം പേപ്പറിൽ നമ്മളത് റാപ്പ് ചെയ്ത് നന്നായിട്ട് ക്രഷ് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം അത് കുറച്ചു നേരം ആ പേപ്പർ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. ഉണങ്ങിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഓയിലി പാച്ച് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ ഓയിലി പാച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഫാറ്റ് ഇല്ല, ഓയിലി പാച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഫാറ്റ് ഉണ്ട്. അത്രേ ഉള്ളൂ. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അതായത് ആ വെള്ളമുള്ള ഒരു ഫുഡ് മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ചു നേരം അത് ഉണങ്ങാൻ വെക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമല്ല ഓയിലി പാച്ച് അറിയുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾ കുറേയധികം ഫുഡ് മെറ്റീരിയൽസിൽ നമ്മൾ ചെയ്തു നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. എല്ലാ ഫുഡ് ഐറ്റത്തിലും പ്രോട്ടീനും സ്റ്റാർച്ചും ഫാറ്റും എല്ലാം ഉണ്ടായിരുന്നു. മൂന്നുമുള്ള ഫുഡ് ഐറ്റം ഉണ്ടായിരുന്നു. അതോ ഒന്നിൽ കൂടുതൽ ഉള്ള ഫുഡ് ഐറ്റം ഉണ്ടോ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഫുഡ് ഐറ്റം ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം, അല്ലെ? നമുക്ക് ചില ഫുഡ് ഐറ്റത്തിൽ നമ്മൾ മൂന്നും കണ്ടില്ല, ചിലതിൽ നമ്മൾ 2 ഉള്ളത് കണ്ടു, ചിലതിൽ പ്രോട്ടീനും ഫാറ്റും ഉണ്ട്, ചിലതിൽ കാർബോഹൈഡ്രേറ്റ് മാത്രമാണ്, ചിലതിൽ പ്രോട്ടീൻ മാത്രമാണ്, ചിലതിൽ ഫാറ്റ് മാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടത്, അല്ലെ? അപ്പോ നമ്മള് 3 ന്യൂട്രിയൻസിന്റെ ടെസ്റ്റ് ആണ് ഇപ്പൊ ചെയ്തത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. ഈ 3 ടെസ്റ്റ് ആണ് നമ്മളിപ്പോ ചെയ്തത്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, അതേപോലെ സ്റ്റാർച്ച്, ഫാറ്റ്. ഈ 3 നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ 3 ഫുഡ് ഐറ്റം അല്ലാതെ എന്താണ് വേറെയും കുറെ അതായത് വേറെ ന്യൂട്രിയൻസും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മേജർ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ 3 ടെസ്റ്റ് ചെയ്തു. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ടെസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളത് വൈറ്റമിൻസും മിനറൽസും ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറേയധികം ഇങ്ങനെ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോ ഫുഡ് ഐറ്റത്തിലും കണ്ടു. കാർബോഹൈഡ്രേറ്റ് കണ്ടു, അല്ലെങ്കിൽ അതായത് സ്റ്റാർച്ച് കണ്ടു, പ്രോട്ടീൻ കണ്ടു, അതേപോലെ ഫാറ്റ് കണ്ടു. അപ്പൊ ഇതെല്ലാം ഫുഡ് ഐറ്റത്തിൽ ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് എന്തിനാണ് ആവശ്യം? എന്താണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇതിനെ കൊണ്ട് ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്തായിരിക്കും നമ്മുടെ ശരീരത്തിൽ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും, അല്ലെ? എന്താണ് അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇത് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഊർജം നൽകുന്ന ഒരു മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. സോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന നമ്മളിപ്പോ എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന, അതായത് കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതലും കഴിക്കുന്ന എന്താ, റൈസ് ആണ്, അല്ലെ? ചോറാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ചോറ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ
ഇതൊരു ഗ്രെയിൻ ആണ്. സോ ഗ്രെയിൻസിലെല്ലാം ഉള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. അത് നമ്മളെ ഒരു ഊർജത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ എനർജി തരുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് കാർബോഹൈഡ്രേറ്റ്. ഇനി ഫാറ്റും എന്ത് ചെയ്യുന്നുണ്ട്? എനർജി നൽകുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റിനേക്കാൾ കൂടുതൽ എനർജി നൽകുന്നത് ഫാറ്റ് ആണ് എന്ന് പറയുന്നു. ഫാറ്റ് ആണ് എന്ത്? കാർബോഹൈഡ്രേറ്റിനേക്കാൾ കൂടുതൽ എനർജി നൽകുന്നത് ഒരു ഫാറ്റ് ആണ്. സോ കാർബോഹൈഡ്രേറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫാറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫാറ്റ് ആണ് കൂടുതൽ എനർജി കാർബോഹൈഡ്രേറ്റിനെക്കാട്ടിലും പ്രൊവൈഡ് ചെയ്യുക. ഇനി കാർബോഹൈഡ്രേറ്റും അതേപോലെ തന്നെ ഫാറ്റും ഉൾപ്പെടുന്ന ഫുഡിനെ നമ്മൾ പറയുന്ന പേരാണ്, എന്താണ് അതിന് പറയുന്നത്? എനർജി ഗീവിംഗ് ഫുഡുകൾ എന്നാണ് പറയുന്നത്. കാർബോഹൈഡ്രേറ്റും അതേപോലെ തന്നെ ഫാറ്റും ഉള്ള ഫുഡുകളെ നമ്മൾ പറയുന്ന പേരാണ് എനർജി ഗീവിംഗ് ഫുഡ് എന്നാണ് നമ്മൾ പറയുക. എന്താണ് പറയുക? എനർജി ഗീവിംഗ് ഫുഡ്. എനർജി ഗീവിംഗ് ഫുഡ് എന്നാണ് നമ്മൾ അതിന് പറയാം. എനർജി ഗീവിംഗ് ഫുഡ്. എനർജി ഗീവിംഗ് ഫുഡ് അതാണ് കാർബോഹൈഡ്രേറ്റും ഫാറ്റും. ഇനി പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് ഗ്രോത്തിന് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ ബോഡിയുടെ റിപ്പയറിന് വേണ്ടിയിട്ടും, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വേണം? പ്രോട്ടീൻ ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ റിപ്പയർ വർക്ക്, റിപ്പയർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ കലകൾ നശിച്ചു പോകും അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ ടിഷ്യൂസ് എന്ത് സംഭവിക്കും? നശിച്ചു പോകും. അപ്പൊ ആ നശിച്ചു പോകുന്നതിൽ നിന്നും നമ്മൾക്ക് അത് നശിച്ചു പോകുന്നതൊക്കെ റിപ്പയർ ചെയ്ത് വീണ്ടും അവിടെ ടിഷ്യൂസ് വരാനെല്ലാം സഹായിക്കുന്ന ഒന്നാണ് എന്ത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ പ്രോട്ടീൻ വളർച്ചയ്ക്കും അതേപോലെ നമ്മുടെ ബോഡിയുടെ റിപ്പയറിനും സഹായിക്കുന്ന ഒന്നാണ് എന്ത്? പ്രോട്ടീൻ അല്ലെ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് സഹായിക്കുന്നു. ഏറ്റവും കൂടുതൽ കൗമാരക്കാരില്, ടീനേജിലുള്ള കുട്ടികളില്, അതേപോലെ ടീനേജിലുള്ള കുട്ടികൾ, അതുപോലെ വളരെ ചെറിയ കുട്ടികൾ, ഗർഭിണികൾ എന്ന് തുടങ്ങിയവരിലൊക്കെ ഒരു ഗ്രോത്തിനും അതേപോലെ ഒരു ഡെവലപ്മെന്റിനും സഹായിക്കുന്ന ഒന്നാണ് പ്രോട്ടീൻ എന്ന് നമുക്ക് പറയാം. അതേപോലെ സ്ട്രക്ചറൽ സപ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോട്ടീൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഗ്രോത്ത് ആൻഡ് റിപ്പയറിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ സഹായിക്കുന്ന ഒന്നാണ്, ഒരു ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഫുഡ് പ്രോട്ടീനുകൾ, ഈ ഫുഡ് പ്രോട്ടീനുകളെ നമ്മൾ പറയുന്ന പേരാണ്, ഫുഡ് പ്രോട്ടീൻസ് ആർ ഓഫൺ കോൾഡ് ബോഡി ബിൽഡിംഗ് ഫുഡ്. ഫുഡ് പ്രോട്ടീൻസിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ബോഡി ബിൽഡിംഗ് ഫുഡ് എന്നാണ് നമ്മൾ ഫുഡ് പ്രോട്ടീൻസിന് പറയുക. ഓക്കെ, അപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫുഡ് പ്രോട്ടീൻസ്, അപ്പൊ ബോഡി ബിൽഡിംഗ് ഫുഡ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയി. ഇതിൽ കാർബോഹൈഡ്രേറ്റിന്റെ ഏതിലേക്കാണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത് എന്നുള്ളത് നമ്മൾ പറയണം. അതിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാർബോഹൈഡ്രേറ്റ്, സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെയാണെന്നുള്ളതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാന്ന് നോക്കൂ. സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെ, മധുരക്കിഴങ്ങ്, പൊട്ടാറ്റോ. ഓക്കെ, ഷുഗർ കെയിൻ ഉണ്ട്, കരിമ്പുണ്ട്, പപ്പായ ഉണ്ട്, മെലൺ. മെലൺ എന്ന് പറയുന്നത് ഷമാം എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? തൈക്കുമ്പളം എന്നൊക്കെയാണ് അതിന് പറയുക. ഷമാം എന്നൊക്കെ പറഞ്ഞ് ഷേക്ക് ഒക്കെ അടിക്കാനായിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഷമാം. അതേ തന്നെയാണ് മെലൺ എന്ന് പറയുന്നത്. പിന്നെ മാംഗോ എന്ന് പറയുന്നുണ്ട്. പിന്നെ മെയ്സ്, ചോളം, ബാജ്ര. ബാജ്ര എന്ന് പറയുന്നത് ഒരു ചെറുധാന്യത്തിൽ പെടുന്ന ഒന്നാണ്, അല്ലെങ്കിൽ മില്ലറ്റ് വിഭാഗത്തിൽ പെടുന്ന ഒന്നാണ് ബാജ്ര. കമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ കുതിരവാലി, കമ്പ്, തേന, അതേപോലെ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ. കൂവരക് എന്നൊക്കെ പറയുന്ന ഭയങ്കര, അതായത് ഇതൊക്കെയാണ് എന്ത്? ഇതെല്ലാം ഉൾപ്പെടുന്നത് മില്ലറ്റിലാണ്, ചെറുധാന്യങ്ങളിൽ പെടുന്നവയാണ്. ഇപ്പൊ നമ്മൾ കൂടുതലും ചെറുധാന്യങ്ങൾ ഉപയോഗിക്കണം, അതിന് ഒരുപാട് ന്യൂട്രിയൻ വാല്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വരെ ഇപ്പൊ എല്ലാവരും
മില്ലറ്റ് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു എന്താണ് ഇമ്പോർട്ടൻസ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ബാജ്റ എന്ന് പറയുന്ന കമ്പ് എന്നാണ് പറയാ. പിന്നെ റൈസ്, പിന്നെ വീറ്റ്, ഇതിലെല്ലാം എന്താണ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോ നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലും എന്താണ് ഈ ബാജ്റ എന്ന് പറയുന്ന ഈ മില്ലറ്റ് വിഭാഗത്തിൽ പെടുന്ന എല്ലാത്തിലും എന്താണ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെയാണ് കുറച്ച് മാത്രം എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഒരു സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, സം സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയാൻ ഇതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ കൊടുത്തിട്ടുള്ളത് ഫാറ്റ് ആണ്. താഴെ പിന്നെ കൊടുത്തിട്ടുള്ളത് ഫാറ്റിന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്, സോഴ്സ് ഓഫ് ഫാറ്റ് എന്നുള്ളതാണ്. അതായത് പ്ലാന്റ് സോഴ്സ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. പ്ലാന്റ് സോഴ്സ് എന്തൊക്കെയാന്ന് നോക്കൂ. ഗ്രൗണ്ട് നട്ട്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അതിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു ടേബിൾ കണ്ടില്ലേ, ഗ്രൗണ്ട് നട്ട് ഉണ്ടല്ലോ, ഫാറ്റ് ആണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ പ്രോട്ടീനും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫാറ്റും ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഗ്രൗണ്ട് നട്ട് കൊണ്ടാണ് നമുക്കറിയാം ഗ്രൗണ്ട് നട്ട് ഓയിൽ, നമുക്കറിയാം കടലെണ്ണ ഉണ്ടാക്കുന്നുണ്ട്. നട്ട്സ് അല്ലെ, നട്ട്സിൽ എന്താണ്, നട്ട്സിലും എന്തുണ്ട്, ഓയിൽ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് അതും ഫാറ്റ് ആണ്. പിന്നെ ടിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, സോ അതിലുണ്ട്. പിന്നെ സോയാബീൻ ഓയിൽ നിങ്ങൾ കാണുന്നുണ്ടോ? സോയാബീൻ ഓയിൽ എന്ന് പറയുന്നത്, സോയാബീൻസ് എന്ന് പറയുന്ന അത് ശരിക്കും പൾസസ് ആണ്. സോയാബീൻസ് എന്ന് പറയുന്നത് അത് പൾസ് തന്നെയാണ്. സോ ആ പൾസിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ആ പൾസ് നല്ല പോലെ അത് ഉണക്കിയെടുത്ത് അത് ക്രഷ് ചെയ്തതിന് ശേഷമാണത് എന്താണ് ഓയിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് ഓയിൽ ആക്കുന്നത്, അത് നന്നായി ക്രഷ് ചെയ്തതിന് ശേഷം ഓയിൽ ഉണ്ടാക്കി നന്നായിട്ട് അതിൽ നിന്ന് ഓയിൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾക്ക് കിട്ടുന്ന ഒരു സംഭവമുണ്ട്, സോയാബീൻ ചങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വീട്ടിലൊക്കെ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അത് ഈ ഓയിൽ ഉണ്ടാക്കിയതിന്റെ ബാക്കിയുള്ള ഒരു ബൈ പ്രോഡക്റ്റ് ആണ് അത്, സത്യം പറഞ്ഞ സോയാബീൻ ചങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അതെന്താ അറിയോ, അത് നല്ല റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ കണ്ടന്റ് ആണ് അതിൽ കൂടുതലുള്ളത്. അത് അതിന്റെ ഓയിൽ എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് തരുന്ന ഒരു, അതായത് ഓയിൽ എല്ലാം എടുത്തതിന് ശേഷം വരുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് സംഭവം. പക്ഷെ അതിലെന്താണ്, അത് റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. ഇനി നമുക്ക് അടുത്ത കാണുന്നത് എന്താ, മസ്റ്റേർഡ് ഓയിൽ. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ലേ, മസ്റ്റേർഡ് ഓയിൽ എന്താ, കടുകെണ്ണ എന്ന് പറയുന്നതാണ് മസ്റ്റേർഡ് ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതത്രേ ഉള്ളൂ. പിന്നെ അത് പ്ലാന്റ് സോഴ്സ് ആണ്. ഇനി അനിമൽ സോഴ്സ് നോക്കൂ. അനിമൽ സോഴ്സിൽ എന്തൊക്കെയാണുള്ളത്, മീറ്റ് ഉണ്ട്, പിന്നെന്താണ് ഫിഷ് ഉണ്ട്, എഗ്സ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, ബട്ടർ ഉണ്ട്, ഗീ, ക്രീം. ഇതെല്ലാം എന്താണ്, ഇപ്പൊ മിൽക്കും ഗീയും ബട്ടറും ക്രീമും എല്ലാം എന്താ, പാലിൽ നിന്ന് എടുക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് അല്ലെ. ബട്ടർ എന്താന്ന് പറയുന്നത്, ബട്ടർ ഉരുക്കി കഴിഞ്ഞാൽ ഗീ കിട്ടുന്നു. അതില് ക്രീം എന്ന് പറയുന്നത് മിൽക്കിലെ ഏറ്റവും കൊഴുപ്പുള്ള ഭാഗത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ക്രീം. ഓക്കെ, അപ്പൊ എല്ലാം മിൽക്കിന്റെ ബൈ പ്രോഡക്റ്റ് തന്നെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ മീന്, പിന്നെ അതേപോലെ തന്നെ ഇറച്ചി എന്ന് പറയുന്നത് മീറ്റ് ഉണ്ട്, എഗ് ഉണ്ട്. ഇതൊക്കെയാണ് എന്താണ് ഫാറ്റിന്റെ ചില സോഴ്സ് ആയിട്ട് പറയുന്നത്. ഫാറ്റിന്റെ സോഴ്സ് ആണ്. ഇനി അടുത്തത് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത് അല്ലെ. അതായത് ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് പ്രോട്ടീന്റെ ആണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ പ്രോട്ടീനും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാന്നുള്ളത് പ്ലാന്റ് സോഴ്സ് ആൻഡ് ആനിമൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രോട്ടീനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രോട്ടീൻ എന്തൊക്കെയാന്ന് നോക്കൂ. പ്രോട്ടീൻ എന്തൊക്കെയുള്ള, ഗ്രാം. എന്താണ് ഗ്രാം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, കടലയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി പിന്നെ കൊടുത്തിരിക്കുന്നത് പരിപ്പാണ്. തോർദാൽ കൊടുത്തിട്ടുണ്ട്, പരിപ്പ്. മൂങ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് ചെറുപയറാണ്. പിന്നെ പീസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, പട്ടാണി. ഓക്കെ, പട്ടാണി എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാലോ, പട്ടാണി മസാല കറിയിലൊക്കെ നമ്മൾ ഇടില്ലേ, ആ പട്ടാണി. പിന്നെ സോയാബീൻസ്, നമ്മളിപ്പൊ പറഞ്ഞുള്ളൂ ഇത് ക്രഷ് ചെയ്തിട്ടാണ് സോയാബീൻ ഓയിൽ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞുള്ളൂ. കണ്ടോ, അത് പ്രോട്ടീന്റെ സോഴ്സ് ആണ് സോയാബീൻസ് എന്ന് പറയുന്നത്. പിന്നെ കാണുന്നത് ബീൻസ് ആണ്, രാജ്മ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സാധനമാണ് അവിടെ പിന്നീട് കാണുന്നത്. ഇതാണ് പ്ലാന്റ് സോഴ്സ്, പ്രോട്ടീനുള്ള പ്ലാന്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ അനിമൽ സോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അനിമൽ സോഴ്സിൽ നോക്കൂ എന്തൊക്കെയാണെന്നുള്ളത്. അനിമൽ സോഴ്സിൽ എഗ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, പനീർ, ഫിഷ്, മീറ്റ്. അപ്പൊ പനീറൊക്കെ എന്താണ്, പനീറും മിൽക്കിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കുന്നത്. മിൽക്കിനെ നന്നായി തിളപ്പിച്ച ശേഷം
അതിലേക്ക് നമ്മൾ ഒരു 2-3 സ്പൂണ് ലെമൺ ഒഴിക്കുക. ലെമൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആസിഡ് ഫോമിലുള്ള അല്ലെങ്കിൽ വിനീഗർ ഒഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, എന്നിട്ട് അതിനെ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് കിട്ടും? ഈ പനീർ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഉണ്ടാക്കുക. എന്നിട്ട് അതിനുശേഷം അത് ഒരു തുണിയിലൊക്കെ കെട്ടി വെച്ചതിന് ശേഷം കുറെ നേരം കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് അത് നല്ല കട്ടിയായിട്ടുള്ള ഒരു ഫോമിലായിട്ട് മാറും. അതാണ് പനീർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോ പനീർ നമുക്ക് അറിയാലോ, പനീർ നമുക്ക് ഇപ്പോ എല്ലാ സൂപ്പർ മാർക്കറ്റിലും സുലഭമായി കിട്ടുന്നതാണ് പനീർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? പ്രോട്ടീൻ എന്ന് പറയുന്ന ദ അനിമൽ ആൻഡ് പ്ലാന്റ് സോഴ്സസ് നിന്നുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് വൈറ്റമിൻസിനെ കുറിച്ചിട്ടാണ് നോക്കേണ്ടത്. വൈറ്റമിൻസ് ഹെൽപ്പ് ഇൻ പ്രൊട്ടക്റ്റിംഗ് അവർ ബോഡി അഗെയിൻസ്റ്റ് ഡിസീസസ്. നമ്മൾ ചില അസുഖങ്ങളിൽ നിന്നെല്ലാം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്? വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസ് നമ്മുടെ ഐസിനെ, അതേപോലെ ബോൺസ്, ടീത്ത്, ഗംസ് ഇതിനെയൊക്കെ ഹെൽത്തി ആയിട്ട് വെക്കാൻ സഹായിക്കുന്നു. കണ്ണാണെങ്കിലും അതുപോലെ എല്ലുകൾക്ക്, പല്ലുകൾക്കും അതേപോലെ മോണകൾ അല്ലെ, പല്ലിന്റെ മോണകൾക്കും എല്ലാം എന്താണ് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് വൈറ്റമിൻസ് സഹായിക്കുന്നു. വൈറ്റമിൻസ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഓക്കെ, ഡിഫറെന്റ് നെയിംസിലാണ് വൈറ്റമിൻസ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ വൈറ്റമിൻസ് ആണ് നോക്കൂ. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ. ഇത്രയും വൈറ്റമിൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ വൈറ്റമിൻസ് എന്ന് പറയുന്നത് എന്താണ്, പല ടൈപ്പിലുണ്ട്. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട് ആൻഡ് കെ ഉണ്ട്. പിന്നെ ബി കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്. ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ വൈറ്റമിൻ ഉണ്ട്. B1, B2, B3, B5, അതേപോലെ തന്നെ B9, B12, B6 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്നും ഇതിലിപ്പോ പഠിക്കാനില്ല. ജസ്റ്റ് ബി കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മുടെ ബോഡിക്ക് എല്ലാ വൈറ്റമിൻസും ആവശ്യമാണ്. പക്ഷെ എത്രമാത്രം ആവശ്യമുള്ളൂ? കുറച്ച് അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസ് ആവശ്യമുള്ളൂ. ഓക്കെ, ഒരുപാട് അളവിൽ വേണ്ട. അപ്പൊ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും പറയുന്ന പോലെ അത്രയും അളവിൽ എന്ത് വേണ്ട? വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ല. ഇപ്പൊ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം എന്താണ്? അസുഖത്തിലേക്ക് നയിക്കും. അപ്പൊ ഹൈപ്പർ വൈറ്റമിനോസിസ് ഒക്കെ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഡി കൂടിയെന്ന് വയ്ക്കുക, വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂടുക എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പർ കാൽസീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. അതായത് കിഡ്നി സ്റ്റോൺ ഒക്കെ വരുന്ന അറിയില്ലേ? നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കൂടുന്ന സമയത്ത് കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂടും. കാൽഷ്യം കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന്. ഒരുപാട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂടുമ്പോൾ അത് എന്ത് സംഭവിക്കുന്നു? അത് ബോൺസിലും എല്ലാം, ബോൺസിലൊക്കെ പോയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്ത് ബാക്കിയുള്ള കാൽഷ്യം എന്ത് ചെയ്യുന്നുണ്ട്? അത് എന്താണ് അരിച്ചു പോവാതെ അത് എന്ത് സംഭവിക്കുന്നു? കിഡ്നിയിൽ അത് വന്ന് നിൽക്കുന്നു. അങ്ങനെയാണ് കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വൈറ്റമിൻ കൂടുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന് വളരെ കുറച്ചളവിൽ മാത്രമേ എന്ത് ആവശ്യമുള്ളൂ? വൈറ്റമിൻസ് ആവശ്യമുള്ളൂ. വൈറ്റമിൻ എ എന്ന് പറയുന്നത് സ്കിന്നിനും ഐസിനും വേണ്ടിയിട്ടാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ക്യാരറ്റ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ? ക്യാരറ്റ് കഴിക്കണം, ക്യാരറ്റ് നല്ലതാണ്, കണ്ണിന് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാരറ്റ് ജ്യൂസ് ഒക്കെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ വൈറ്റമിൻ എ എന്ന് പറയുന്നത്, ക്യാരറ്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മള് നിങ്ങളൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട് വൈറ്റമിൻ കാരോട്ടിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. വൈറ്റമിൻ എയിലെ കാരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട് എന്നും. ആ കാരോട്ടിൻ എന്ന് പറയുന്നത് ശരിക്കും വൈറ്റമിൻ എ ഡയറക്റ്റ് ആയിട്ട് ക്യാരറ്റിൽ ഇല്ല. അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ കാരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് വൈറ്റമിൻ എയിലുണ്ട്. ആ കാരോട്ടിൻ ലിവറിലേക്ക് പോയിട്ട് ലിവറിൽ നിന്നാണ്
വൈറ്റമിൻ എ ഉണ്ടാവുന്നത്. ഓക്കെ, കാരോട്ടിൻ ഇസ് കൺവേർട്ടഡ് ടു വൈറ്റമിൻ എ ഇൻ ദ ലിവർ. ലിവറിലാണ് കാരോട്ടിൻ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇതാണ്. അത് ആ ഒരു പോയിന്റ് ജസ്റ്റ് ഓർമ്മ വെക്കുക. വൈറ്റമിൻ എ എന്ന് പറയുന്നത് സ്കിന്നും ഐസിന്റെയും ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി വൈറ്റമിൻ സി നോക്കൂ. വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി തരുന്നതാണ്, പ്രതിരോധ ശേഷി നൽകുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ഭക്ഷണം കഴിക്കുന്നതിലൂടെ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ സിനെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം വൈറ്റമിൻ സി എന്ന് പറയുന്നത് കുക്ക് ചെയ്യുന്ന സമയത്ത് നഷ്ടമാകുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ഏറ്റവും കൂടുതൽ സിട്രസ് ഫ്രൂട്ട്സിലാണ് വൈറ്റമിൻ സി കാണാൻ പറ്റുക. ഓറഞ്ച്, ലെമൺ പോലെയുള്ള സിട്രസ് പുളിയുള്ള ഫ്രൂട്ടുകളിൽ നമുക്ക് വൈറ്റമിൻ സി കാണാൻ പറ്റും. അതേപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള വേറൊന്നെന്ന് പറയുന്ന ആംലയാണ്, അതായത് ഗൂസ്ബെറീസ് എന്ന് പറയും, നെല്ലിക്ക. നെല്ലിക്കയിലാണ് പിന്നീട് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അടങ്ങിയിരിക്കുന്നത്. ഇനി വൈറ്റമിൻ ഡി, സൺലൈറ്റ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ ഡി. ഏറ്റവും കൂടുതൽ നമുക്ക് സൺലൈറ്റിൽ നിന്നും കിട്ടുന്നതാണ്, ഫുഡ് സോഴ്സിൽ നിന്നല്ലാതെ. ഫുഡ് സോഴ്സിലും ഉണ്ട്, പക്ഷേ ഭക്ഷണത്തിൽ കൂടുതൽ ഭക്ഷണമല്ലാതെ കൂടുതലായിട്ട് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് നമുക്ക് കിട്ടുക വൈറ്റമിൻ ഡി. അതെന്താണ് സഹായിക്കുന്നത്? കാൽഷ്യം, അല്ലെ? ബോൺസും അതേപോലെ ടീത്തിലും കാൽഷ്യത്തിന് ഉപയോഗിക്കാൻ നമ്മുടെ ബോഡിനെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം എത്തിയിട്ടും വൈറ്റമിൻ ഡിന്റെ കുറവുണ്ടെങ്കിൽ അവിടെ കാൽഷ്യം എന്ത് സംഭവിക്കുന്നില്ല? അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. അവിടെ ബോൺസും ടീത്തും കാൽഷ്യത്തിന് അബ്സോർബ് ചെയ്യില്ല. അപ്പൊ വൈറ്റമിൻ ഡി എന്ത് വേണം? വൈറ്റമിൻ ഡി കറക്റ്റ് അളവിലാവണം. അതിനുശേഷം നമ്മൾ കാൽഷ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കറക്റ്റ് ആയിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാൽഷ്യത്തിന്റെ അളവ് അവിടെ കുറഞ്ഞു പോകും. കാരണം ഇവിടെ വൈറ്റമിൻ ഡി ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. സോ അങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്തെല്ലാം വൈറ്റമിൻസ് ആണ് നോക്കാം. എന്തെല്ലാം ഫ്രൂട്ട്സിൽ അല്ലെങ്കിൽ എന്തെല്ലാം വെജിറ്റബിൾസിലാണ് എന്തിലൊക്കെയാണ് ഈ വൈറ്റമിൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുക നമുക്ക് നോക്കാം. ഇതിൽ തന്നിട്ടുണ്ട് വൈറ്റമിൻ എന്റെ സോഴ്സ് തന്നിട്ടുണ്ട്. സോഴ്സ് ഓഫ് വൈറ്റമിൻ എ ഏതൊക്കെയാന്ന് നോക്കൂ. പപ്പായ, ക്യാരറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞത് ക്യാരറ്റ്, മാംഗോ, അതുപോലെ മിൽക്ക്, ഫിഷ് ഓയിൽ. ഇത്രയും ഇതിലാണ് വൈറ്റമിൻ എ ഉള്ളത്. ഇനി വൈറ്റമിൻ ബി ആണെങ്കിൽ വീറ്റിലുണ്ട്, റൈസിലുണ്ട്, ലിവറിലുണ്ട്. വൈറ്റമിൻ ബി ഏതിലൊക്കെയാണ്? ലിവർ, റൈസ്, വീറ്റ്. ഇത്രയിലാണ് വൈറ്റമിൻ ബി ഉള്ളത്. ഇനി സി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ആംല കാണുന്നില്ലേ? ആംല എന്ന് പറയുന്നത് എന്താണ്? നെല്ലിക്കയാണ്. പിന്നെ ലെമൺ, നാരങ്ങയുണ്ട്, ഗ്രീൻ ചില്ലി, ഗുവ, അതേപോലെ ഓറഞ്ച്, ടൊമാറ്റോ. ഇത്രയുമാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ആണെങ്കിൽ ഫിഷിലുണ്ട്. ഫിഷ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫിഷിലും വൈറ്റമിൻ ഡി ഇല്ല. ട്യൂണ, സാൽമൺ എന്നൊക്കെ പറയുന്ന നല്ല വിലയുള്ള ഫിഷ് ആണ് അതൊക്കെ. ഓക്കെ, നല്ല വിലയുള്ളതാണ്. വിദേശ രാജ്യങ്ങളിലെ ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടും സാൽമൺ ഫിഷ് ഒക്കെ കഴിക്കുന്നത്. നല്ല വിലയാണ് അതിന്. അപ്പൊ അതിലൊക്കെയാണ് കൂടുതലും വൈറ്റമിൻ ഡി ഉള്ളത്. അതുപോലെ എഗ്ഗ്, പിന്നെ ലിവറിലുണ്ട്, ബട്ടറിലുണ്ട്, മിൽക്കിലുണ്ട്. ഓക്കെ, ഇതിലൊക്കെയാണ് വൈറ്റമിൻ ഡി ഉള്ളത്. ഓക്കെ, ഇനി വൈറ്റമിൻ കെനെ പറ്റി പറയുകയാണെങ്കിൽ, വൈറ്റമിൻ കെ ഇതിൽ സൂചിപ്പിച്ചിട്ടില്ല, പക്ഷെ വൈറ്റമിൻ കെനെ പറ്റി പറയുകയാണെങ്കിൽ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് വിറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ നമ്മൾ ക്ലോട്ടിംഗ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് നമ്മൾ പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. വൈറ്റമിൻ കെ എന്ന് പറയുന്ന ഒരു ക്ലോട്ടിംഗ് വൈറ്റമിൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് എവിടെയെല്ലാം നമുക്ക് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ചീസ് അല്ലെങ്കിൽ എഗ്ഗ്, അതിലൊക്കെ എന്താണ് ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവില്ലേ?
ചീര, മുരിങ്ങ പോലുള്ളതിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ കെ കിട്ടുന്നുണ്ട്. വൈറ്റമിൻ കെ ശരിക്കും അത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്, വൈറ്റമിൻ കെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ബോൺസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ എല്ലുകൾക്കൊക്കെ ബലം നൽകുന്നതിനും വൈറ്റമിൻ കെ വളരെയധികം നല്ലതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് അത്രയും നോക്കേണ്ടതുള്ളൂ. വൈറ്റമിൻ കെ കഴിഞ്ഞു. ഇനി മിനറൽസ്. മിനറൽസും നമ്മുടെ ശരീരത്തിൽ കുറച്ച് മാത്രം മതി. വൈറ്റമിൻസ് പോലെ തന്നെ മിനറൽസും എന്താണ്, വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഒരുപാട് അളവില് മിനറൽസും ആവശ്യമില്ല. അത് എന്തിനാണ്? ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ബോഡിന്റെ പ്രോപ്പർ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതേപോലെ നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് മിനറൽസ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചില മിനറൽസ്, ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അയഡിൻ, ഫോസ്ഫറസ്, ഓക്കെ, അയഡിൻ, ഫോസ്ഫറസ്, അയൺ, അതേപോലെ തന്നെ കാൽഷ്യം എന്നൊക്കെ പറയുന്ന മിനറൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അയഡിന്റെ സോഴ്സ് എന്താന്ന് നോക്കൂ. അയഡിന്റെ സോഴ്സിൽ കാണപ്പെടുന്നത് എന്താണ്? ജിഞ്ചർ ഉണ്ട്, അതേപോലെ സ്പിനാച്ച് കാണുന്നുണ്ട്, അതേപോലെ മത്സ്യം അല്ലെ, കുറച്ച് മീന് കാണുന്നുണ്ട്, അതേപോലെ സ്ട്രിംസ് കാണുന്നുണ്ട്, പിന്നെ ക്രാബ്, ലോബ്സ്റ്റർ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. അപ്പോ ഇതൊക്കെയാണ് അയഡിന്റെ സോഴ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി ഫോസ്ഫറസ് ആണെങ്കിൽ അതില് ബനാന, റെഡ് ചില്ലി, വീറ്റ്, റൈസ്, ഇതിലൊക്കെയാണ് ഫോസ്ഫറസ് കാണുന്നത്. അതുപോലെ മിൽക്ക്, ഇതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഫോസ്ഫറസ് കാണുന്നുണ്ട്. അയൺ, പിന്നെ അയൺ എന്ന് പറയുന്നത് അതാണ് ചീരയിലൊക്കെ, സ്പിനാച്ചില്, ആപ്പിളില്, ഓക്കെ, ആപ്പിളിൽ കാണപ്പെടും, ലിവറിൽ അത് കാണപ്പെടും. അതേപോലെ എനിക്കത് തോന്നുന്നത് ഗോവ പോലെ ഉണ്ട്, ഗോവ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിൽ അടയാളപ്പെടുത്താത്തതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ ലിവർ, ആപ്പിൾ, സ്പിനാച്ച് എന്നൊക്കെ പറയുന്നതിൽ എന്താണ്? അയണിന്റെ സോഴ്സ് ആണ്. പിയർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അയണിന്റെ സോഴ്സ്. ഇനി കാൽഷ്യത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് എഗ് ആണ്. മിൽക്കും എഗ്ഗുമാണ് കാൽഷ്യത്തിന്റെ സോഴ്സ്. അപ്പൊ നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്തതിലൊക്കെ എന്താണ്, ഒന്നിൽ കൂടുതൽ ന്യൂട്രിയൻസ് ചിലതിലുണ്ട് അല്ലെ. നമ്മൾ ടേബിൾ 1.2 ആ ഒരു എക്സസൈസ് ചെയ്ത സമയത്ത് അതിൽ എന്താണ്, അതിൽ ഒന്നിൽ കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ള കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, നമ്മൾ കണ്ടു. ചിലതില് എന്താണ്, ഒരു ന്യൂട്രിയന്റ് കൂടുതലായിരിക്കും, മറ്റതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പൊ റൈസില് മറ്റുള്ള എല്ലാ ന്യൂട്രിയൻസിനെക്കാളും കൂടുതൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കാർബോഹൈഡ്രേറ്റ് റിച്ച് സോഴ്സ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ കഴിക്കുന്ന എല്ലാത്തിലും, ഇപ്പോ പാലെടുക്കുന്ന സമയത്ത് പാലില് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ പാലിലുള്ളത് ചിലപ്പോൾ പ്രോട്ടീൻ ഉണ്ടാവും, അതിപ്പോ കാൽഷ്യം കൂടുതൽ ഉണ്ടാവാം. ഒപ്പം തന്നെ അതിൽ ഫാറ്റ് കണ്ടന്റ് ഉണ്ട് അല്ലെ. നമ്മളിപ്പോ മിൽക്ക്, എഗ് എന്ന് കുറെ എണ്ണത്തിൽ പഠിച്ചു. മിൽക്കും എഗ്ഗും നമ്മൾ ഫാറ്റിന്റെ സമയത്ത് പഠിച്ചു, വൈറ്റമിൻ ഡി അതിലുണ്ടെന്ന് പഠിച്ചു അല്ലെ, പ്രോട്ടീൻ പഠിച്ചു, വൈറ്റമിൻ എന്റെ മിൽക്ക് വൈറ്റമിൻ എയിൽ പഠിച്ചു. അങ്ങനെ നമ്മൾ കുറെ എണ്ണത്തിൽ ഇപ്പൊ വൈറ്റമിൻസും അതുപോലെ തന്നെ പ്രോട്ടീനും ഫാറ്റും ഒക്കെ പറഞ്ഞപ്പോഴൊക്കെ വൈറ്റമിൻ എന്റെയും ഡിന്റെ കാര്യത്തിലും ഫാറ്റിന്റെ കാര്യത്തിലും പ്രോട്ടീന്റെ കാര്യത്തിലും എല്ലാത്തിലും നമ്മൾ മിൽക്ക് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിക്ചേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഫോസ്ഫറസിലും നമ്മൾ മിൽക്ക് പഠിച്ചു, ലാസ്റ്റ് നമ്മൾ പഠിച്ച കാൽഷ്യത്തിലും നമ്മൾ മിൽക്ക് പഠിച്ചു. കണ്ടോ, എല്ലാത്തിലും ഈ മിൽക്ക് ഉണ്ട്. അപ്പോ ഒരു ഭക്ഷണ സാധനത്തില് ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് എന്താണോ അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് ആണ് അല്ലെ. കാർബോഹൈഡ്രേറ്റ് റിച്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ അത് ഉള്ളത് അതിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ പറയുന്നത്. റൈസ് ഇസ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ്. പക്ഷെ ഇനിയിപ്പോ റൈസ് എന്ന് പറയുന്നതിൽ വേറെ എന്തെങ്കിലും കമ്പോണന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കുറച്ച് ഫൈബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോ കളയാത്ത അല്ലെങ്കിൽ ഫൈബർ കളയാത്ത അരികളുണ്ട് അല്ലെ.
അപ്പൊ അങ്ങനെയുള്ളതിൽ എന്താണ് ഫൈബേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ എന്താണ് ഇപ്പോ മിൽക്കിൽ തന്നെ നമ്മൾ പറഞ്ഞപ്പോ കാൽഷ്യം ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഇത്രയും ഉണ്ട്. അതേപോലെ നമ്മളിപ്പോ ലീഫി വെജിറ്റബിൾസ് കണ്ടപ്പോ തന്നെ ലീഫി വെജിറ്റബിൾസ് വൈറ്റമിൻ എയിൽ പറയാം. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതിലാണ്, ഏതിലെന്ന് പറഞ്ഞ അയണില് നമുക്ക് പറയാം ലീഫി വെജിറ്റബിൾസ്, അയഡിൻ ഉണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഭക്ഷണത്തിൽ ഒന്നിൽ കൂടുതൽ ന്യൂട്രിയൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ന്യൂട്രിയൻസിന് പുറമെ നമ്മുടെ ശരീരത്തില് ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുന്നത് നാരടങ്ങിയ ഭക്ഷണങ്ങളെയാണ് നമ്മൾ ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുക. പിന്നെ വാട്ടർ, വെള്ളവും നമ്മുടെ ശരീരത്തിൽ വളരെയധികം അത്യാവശ്യമാണ്. സോ ഡയറ്ററി ഫൈബേഴ്സിനെ നമ്മൾ റഫേജ് എന്നും അറിയപ്പെടുന്നുണ്ട്. റഫേജ്. ഓക്കെ, നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും, അതായത് ഫുഡ് പ്ലാൻ പ്രൊഡക്റ്റ് ആണ് കൂടുതലും റഫേജ് തരുന്നത്. നാരടങ്ങിയ ഭക്ഷണങ്ങൾ. ഓക്കെ, നാരടങ്ങിയ ഭക്ഷണങ്ങളാണ് റഫേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രെയിൻസ്, അതായത് ഹോൾ ഗ്രെയിൻസ്, പൾസസ്, പൊട്ടാറ്റോ, ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതിലെല്ലാം റഫേജുകളുണ്ട്. എടുത്തു പറയാന്നുണ്ടെങ്കിൽ നമുക്ക് മത്തങ്ങ, അതേപോലെ മധുരക്കിഴങ്ങ്, ചീര എന്നൊക്കെ പറയാം. പിന്നെ കൂണിലുണ്ട്, ക്യാരറ്റിലുണ്ട്, ബീൻസിലുണ്ട്, അതേപോലെ ബദാമിലുണ്ട്. ബദാം എന്നൊക്കെ പറയുന്നില്ലേ, അത് നട്ട്സ് ആയിട്ടുള്ള ബദാമിലുണ്ട്. ഇതിലെല്ലാം എന്തുണ്ട്? ഈ നാരടങ്ങിയ ഒരു ഭക്ഷണമാണ് ഇതെല്ലാം. ഓക്കെ, റഫേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡയറ്ററി ഫൈബേഴ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഡയറ്ററി ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിന് ഒരു പോഷക ഗുണവും തരുന്നില്ല. ഓക്കെ, ഒരു പോഷക ഗുണവും ഇതുകൊണ്ട് ഇല്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് തരും, അല്ലെങ്കിൽ ന്യൂട്രിയൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാറ്റ് കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതെന്താ തരുന്നത്? ഇതിനൊരു ഒരു ഗുണമുണ്ട്, അല്ലെ? ഗുണമുണ്ട് ഇതിന്. എന്താണ് ഗുണമുള്ളത്? മലബന്ധം ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് കുറയ്ക്കുന്നു. അതേപോലെ ക്യാൻസറിന്റെ സാധ്യതകൾ കുറയ്ക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ക്യാൻസറിന്റെ സാധ്യത കുറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇതിന്റെ ഒരു റഫേജ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ശരീരത്തിലെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് എല്ലാം ശരീരത്തിൽ നിന്നും എക്സ്ക്രീഷൻ സുഗമമാക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഡയറ്ററി ഫൈബേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വാട്ടറിനെ പറ്റി നമുക്കിപ്പോ എന്താ, ഇപ്പൊ നമുക്കറിയാം വെള്ളം എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാവുന്നതാണ്, അല്ലെ? എത്രയോ രാജ്യത്ത് എന്താണ് വെള്ളമില്ലാത്ത ഒരുപാട് നാടുകളുണ്ട്. അവിടെ വെള്ളത്തിന് എത്രയോ കഷ്ടപ്പെടുന്നതൊക്കെ നമുക്കറിയാം. അപ്പൊ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്രയും ആവശ്യമാണ്. അത് നമ്മൾ ഫുഡിൽ നിന്നും ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ന്യൂട്രിയൻസിനെ എല്ലാം അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ശരീരത്തിലെ ന്യൂട്രിയൻസ് എല്ലാ ഭാഗത്തിലേക്കും എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് പ്രൊഡക്റ്റിനെ, അതായത് യൂറിനായിട്ടും സ്വെറ്റ് ആയിട്ടും എല്ലാം വേസ്റ്റ് പ്രൊഡക്റ്റിനെ വെളിയിൽ കളയുന്നു. പിന്നെ ഒരു ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചറിനെ എപ്പോഴും ക്രമീകരിച്ച് നിർത്തുന്നത് ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്താണ് ടെമ്പറേച്ചറിനെ എപ്പോഴും ക്രമീകരിച്ച് നിർത്തുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാം ഈ ടിഷ്യൂസിനൊക്കെ ഒരു മോയ്സ്ചറൈസിങ് ഫീല് കൊടുക്കുന്നത് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ വെള്ളം നന്നായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ സ്കിന്നൊക്കെ നല്ല പോലെ തിളക്കം വരും എന്ന് പറയുന്നുണ്ടല്ലോ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ മോയ്സ്ചറൈസിങ് കിട്ടുന്നതുകൊണ്ടാണ്. ടിഷ്യൂസിനൊക്കെ ഒരു മോയ്സ്ചർ ഫീലിംഗ് ഉണ്ടാവും, മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പൊ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഡൈജഷൻ, നമ്മൾക്ക് എന്തെങ്കിലും അസിഡിറ്റി എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് നല്ലപോലെ വെള്ളം കുടിക്കൂന്ന്, അല്ലെ? അപ്പൊ വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലപോലെ ഡൈജഷൻ അവിടെ നടക്കും, അതുകൊണ്ടാണ്. അതേപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാതെ, ഇപ്പൊ യൂറിൻ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ചെറിയൊരു ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ നിറയെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? നിറയെ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ യൂറിനിലൂടെ തന്നെ അതെല്ലാം മാറും, അല്ലെ? യൂറിനിലൂടെ തന്നെ ശരിയാവും. നന്നായിട്ട് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ
എന്ത് സംഭവിക്കുന്നുണ്ട്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഇല്ലാതാവുന്നുണ്ട്. അപ്പൊ നിറയെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും ഇല്ലാതാവുന്നുണ്ട്. അപ്പൊ അതും ഒരു നല്ലൊരു കാര്യമാണ്. പക്ഷെ വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ച് ഒരുപാട് കുടിക്കാൻ പറ്റില്ല. അതിനൊരു അളവുണ്ട്. ഒരു ദിവസം 8 ഗ്ലാസ് എന്നാണ് ഒരു മിനിമം ഒരു 8 ഗ്ലാസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് മാക്സിമം ഒരു ലിറ്റർ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 2.5 ലിറ്റർ എന്നൊക്കെ പറയാം. നമുക്ക് ഒരു 2.5-3 ലിറ്റർ വരെ പോവാം. അതിനപ്പുറത്തേക്ക് കുടിക്കുന്നത് അത്രയും അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ഒന്നല്ല. അപ്പൊ ഒരു 3 ലിറ്റർ വരെയൊക്കെയാണ് പൊതുവെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറയാനുള്ളത്, നമ്മൾ വെള്ളം മാത്രമല്ല, നമ്മൾ അല്ലാതെ നമ്മൾ ചായ കുടിക്കുന്നു, പാല് കുടിക്കുന്നു, അതിൽ നിന്നും കൂടി ഈ വെള്ളത്തിന്റെ ഒരു കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ വരുന്നു. അതേപോലെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമല്ലോ, നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം ആഡ് ചെയ്യും. അങ്ങനെ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്തും എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെയും നമുക്ക് വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ വെള്ളം എത്തുന്നത്. പിന്നെ അതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ, ലെറ്റ് സീ ഇഫ് ദർ ഇസ് എനി അതർ സോഴ്സ് വിച്ച് പ്രൊവൈഡ് വാട്ടർ ടു അവർ ബോഡി. വേറെ ഏതെങ്കിലും സോഴ്സ് ഉണ്ടോ നമ്മുടെ ശരീരത്തില് വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വല്ല സോഴ്സ് ഉണ്ടോ എന്നാണ് ചോദ്യം. ആക്ടിവിറ്റി 3 നോക്കൂ. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ടൊമാറ്റോ അല്ലെങ്കിൽ ഒരു ലെമൺ എടുക്കുക. ടൊമാറ്റോ അല്ലെങ്കിൽ ലെമൺ എടുക്കുക, അതിന് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ നനയുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഒബ്വിയസ്ലി അത് എന്താ സംഭവിക്കുന്നത്, നനയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ മുറിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത് പീൽ ചെയ്യുമ്പോഴോ, അതിന്റെ തൊലി കളയുന്ന സമയത്തോ, അല്ലെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ അത് മാഷ് ചെയ്യുന്ന സമയത്തോ അല്ലെ, അപ്പൊ നമ്മൾ ചീകുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ തൊലി കളയുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ നന്നായി കുഴയ്ക്കുന്ന സമയത്തോ നമ്മുടെ കയ്യിൽ വെള്ളം പറ്റാറുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ട്. നാരങ്ങ പിഴിയുന്ന സമയത്തൊക്കെ അല്ലെ, അല്ലെങ്കിൽ ഒരു തക്കാളി മുറിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ആയിട്ടുള്ള തണ്ണിമത്തനൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെ, അതിലൊക്കെ ഒരുപാട് എമൗണ്ട് എന്താണ്, വെള്ളമാണ് അതിലുള്ളത്. മിക്ക ഫ്രൂട്ട്സിലും എന്താണ്, ഒരുപാട് എമൗണ്ട് വെള്ളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ കുറെ ഫുഡ് മെറ്റീരിയൽസിൽ തന്നെ എന്താണ്, വെള്ളമുണ്ട്. അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് പുറമെ ആയിട്ട് ചായ, കാപ്പി, അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അത് പോരാഞ്ഞ് നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിലും ചില ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും കൂടി എന്താണ്, വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിന്റെ നീഡ്സ് ഒക്കെ ഇതൊക്കെ കഴിക്കുന്നതോട് കൂടിയിട്ട് തന്നെ എന്താണ്, മീറ്റ് ചെയ്യപ്പെടുന്നു. വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം എപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പൊ അതത്രേ ഉള്ളൂ, അതത്രേ പറയാനുള്ളൂ. അപ്പൊ ഇനി അടുത്തത് പറയുന്നത് വേറൊരു ടോപ്പിക്കിലേക്ക് പോകണം. അപ്പൊ ഇത്ര നേരം നമ്മള് ഈ ഒരു വൈറ്റമിൻസ്, മിനറൽസ് എന്തൊക്കെയാണ്, അതിൽ എന്തെല്ലാം ഫുഡിൽ അത് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ഒരു ഒരു പോർഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ പുതിയ ടോപ്പിക്, ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് സമീകൃത ആഹാരം എന്നാണ് പറയുന്നത്. പൊതുവെ നമ്മൾ കഴിക്കുന്നത് ഒരു ഭക്ഷണം, ഒരു മീൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡയറ്റ് എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ ശരീരം എന്നും നല്ല രീതിയിൽ നിലനിർത്താനും അല്ലെങ്കിൽ ഹെൽത്തി ആയി നിലനിർത്താനും അതിന് വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ പോഷക ഗുണങ്ങളുമുള്ള ഭക്ഷണങ്ങൾ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. കൃത്യമായ അളവിലും ഉൾപ്പെടുത്തണം. അധികമായാൽ അമൃതം വിഷം എന്ന് നമുക്കറിയാലോ. ഒരുപാട് അളവിൽ, ഞാൻ പറഞ്ഞല്ലോ, ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ ഉണ്ടാകും. ഒരുപാട് അളവിലല്ല. ഫാറ്റ് ഒരുപാട് കഴിക്കാൻ പറ്റില്ല, കാർബോഹൈഡ്രേറ്റും കൂടാൻ പറ്റില്ല, അതുപോലെ പ്രോട്ടീൻ കൂടാൻ പറ്റില്ല. എല്ലാം കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒരിക്കലും അധികമാകാനോ കുറച്ചാകാനോ പറ്റില്ല. അതിൽ ആവശ്യത്തിന് ഫൈബർ കണ്ടന്റും വെള്ളവും വേണം. അങ്ങനെ ഒരു ഡയറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഡയറ്റ്. എല്ലാ വയസ്സിലുള്ള ആളുകൾക്കും ഇത് വേണോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. വേണ്ട എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. കാരണം എല്ലാ ആളുകൾക്കും ഒരേപോലെ അധ്വാനിക്കുന്ന ആളുകളല്ല, ഒരേ വയസ്സുള്ളവരല്ല, പല വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് നമ്മൾ. ചില ആളുകൾക്ക് ഫിസിക്കൽ വർക്ക് കൂടുതലായിരിക്കും. ഫിസിക്കൽ വർക്ക് കൂടുതലുള്ള ആളുകൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കണം.
കാരണം അവർക്ക് ഊർജം അത്രയും ആവശ്യമാണ്. അപ്പൊ ഊർജം കൂടുതലുള്ള ഭക്ഷണങ്ങൾ അവർ ഉൾപ്പെടുത്തണം. ഫാറ്റ് കുറച്ച് കൂടുതൽ കണ്ടന്റ് കഴിച്ചാലും എന്താണ് അവര് അത് ബേൺ ചെയ്ത് പോകും അല്ലെ, ഫാറ്റ് ബേൺ ചെയ്ത് പോകും. കാരണം അവർ നല്ല പോലെ അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ മിണ്ടാതിരിക്കുന്ന ഒരു ജോലി, അതായത് IT ഫീൽഡിലൊക്കെ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാത്ത ജോലിയിൽ ഏർപ്പെടുന്ന ഒരാളാണെങ്കിൽ, കായികാധ്വാനം വേണ്ടാത്ത ജോലിയിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ആ ഒരു വ്യക്തി ഫാറ്റ് അധികമുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കും? ഫാറ്റ് അടിഞ്ഞു കൂടുന്നു. ഫാറ്റ് അടിഞ്ഞു കൂടുക മാത്രമല്ല, അത് പിന്നീട് എന്താണ്, പൊണ്ണത്തടി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാ വയസ്സിലുള്ള ആളുകൾക്കും ഒരേപോലുള്ള ഭക്ഷണക്രമമല്ല വേണ്ടത്. എല്ലാവർക്കും വ്യത്യസ്ത അമൗണ്ടിലാണ് നമ്മൾ ഭക്ഷണം ഫിസിക്കൽ വർക്കിനനുസരിച്ച് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരാഴ്ച കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു ചാർട്ട് ഒക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതില് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ എന്തെല്ലാം ന്യൂട്രിയൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. പൾസസ്, ഗ്രൗണ്ട് നട്ട്, സോയാബീൻ, സ്പ്രൗട്ടഡ് സീഡ്സ്, മുളപ്പിച്ച സീഡുകൾ, അതായത് മൂങ് ആൻഡ് ബംഗാൾ ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൂങ് എന്ന് പറയുന്നത് ചെറുപയറാണ്, ബംഗാൾ ഗ്രാം കടലയാണ്. അതേപോലെ ഫെർമെന്റഡ് ഫുഡ് ഏതൊക്കെയാണ്? സൗത്ത് ഇന്ത്യൻ ഫുഡുകളാണ്, ഇഡ്ലി, ദോശ പോലുള്ള ഫെർമെന്റഡ് ഫുഡ്. അതേപോലെ മിസ്സി റൊട്ടി, തേപ്പില. മിസ്സി റൊട്ടി എന്നൊക്കെ പറയുന്ന സാധനം, മിസ്സി റൊട്ടി ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഇത് കടലമാവ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. കടലമാവും ഗോതമ്പ് മാവും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു റൊട്ടിയാണ് മിസ്സി റൊട്ടി. തേപ്ല എന്ന് പറയുന്നതും അത് ഉണ്ടാക്കുന്നത് കടലയും ഗോതമ്പ് മാവും കൂടി ഉണ്ടാക്കുന്ന, ഗോതമ്പ് മാവും കടലയും കുറച്ച് ചെറുധാന്യങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റൊട്ടിയാണ് തേപ്ല. അപ്പൊ അത് വളരെയധികം എന്താ പറയാ, ന്യൂട്രിയൻ വാല്യൂ കൂടുതലാണ് അല്ലെ. കാരണം മില്ലറ്റ് ഉണ്ട്, അതിനൊപ്പം തന്നെ ചിക്പി ഉണ്ട്, പ്രോട്ടീൻ സോഴ്സ് ഉണ്ട്, വീറ്റ് ഫ്ലോർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആവുമ്പോ എന്താണ്, നല്ലൊരു ഫുഡ് ഐറ്റം ആയിട്ട് നമുക്ക് പറയാം തേപ്പില. ഓക്കെ, ഇനി ബനാന, ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലാണല്ലോ ബനാന. സ്പിനാച്ച് എന്ന് പറയുന്നത് അയഡിൻ ഉണ്ട്, അയഡിൻ റിച്ച് ആയിട്ടുള്ളതാണ് അല്ലെ സ്പിനാച്ച് എന്ന് പറയുന്നത്. വൈറ്റമിൻ ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്. പറയുന്നത് വെല്ലമാണ്. പിന്നെ അവൈലബിൾ വെജിറ്റബിൾസ് ആൻഡ് അതർ സച്ച് ഫുഡ്സ് പ്രൊവൈഡ് മെനി ന്യൂട്രിയൻസ്. ഓക്കെ, വെജിറ്റബിൾസ് എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരിക്കലും എക്സ്പെൻസീവ് ആവണം എന്നില്ല. എക്സ്പെൻസീവ് ആയിട്ടുള്ളത് മാത്രമാണ് ന്യൂട്രിയൻ വാല്യൂ കൂടിയ ഒരു ഭക്ഷണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ തൊടിയിലുള്ള പറമ്പിലുള്ള ചീര, മുരിങ്ങ എന്നൊക്കെ പറയുന്നത് വളരെ ന്യൂട്രിയൻ വാല്യൂ കൂടിയുള്ള സംഭവമാണ്. അതായത് ഇപ്പോ മുരിങ്ങന്റെ ടാബ്ലറ്റുകൾ വരെ ഇറക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോലും മുരിങ്ങന്റെ ടാബ്ലറ്റ് ഒക്കെ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത്രയും അതിന് ന്യൂട്രിയൻ വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇപ്പോ നട്ട്സ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, നട്ട്സിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത്, ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് അഫോർഡബിൾ അല്ല. ഭക്ഷണം കിട്ടാത്ത എത്രയോ ആളുകൾ തന്നെ ഇവിടെ ഉണ്ട് അല്ലെ. ഒരുപാട് നമ്മള് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നല്ല, പക്ഷെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് അല്ലാത്ത, നമുക്ക് കിട്ടുന്ന നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും എല്ലാം കിട്ടുന്ന വെജിറ്റബിൾസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ്ഡ് ഡയറ്റ് നമുക്കൊരു ചാർട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. റൈറ്റ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്, ഈറ്റിംഗ് ദ റൈറ്റ് ഫുഡ്, അതാണ് വേണ്ടത്. കൃത്യമായി കുക്ക് ചെയ്യുക എന്നുള്ളതുമാണ്. കൃത്യമായി ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, എക്സ്പെൻസീവ് ആയിട്ടുള്ളത് കഴിക്കണം എന്ന് അവിടെ ആരും പറഞ്ഞിട്ടില്ല. ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ടാവണം. ഒപ്പം ഡയറ്ററി ഫൈബേഴ്സും അതേപോലെ ആവശ്യത്തിന് വെള്ളം എന്ന് പറയുന്ന ഒരു കണ്ടന്റും അവിടെ ഉണ്ടാവണം. അപ്പൊ പ്രോട്ടീൻ എന്നൊക്കെ പറയുമ്പോൾ ഒരാളിന്റെ വെയിറ്റിന് 0.8 ഗ്രാം ആണ്. 1 കിലോ വെയിറ്റ് പെർ കിലോയ്ക്ക് 0.8 ഗ്രാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അത് എന്തായിരിക്കണം, അത് കൃത്യമായി കുക്ക് ചെയ്യണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കുക്ക് ചെയ്യുന്ന സമയത്ത്
നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ചില ന്യൂട്രിയൻസ് എന്ത് സംഭവിക്കുന്നു, നഷ്ടപ്പെട്ടു പോവാറുണ്ട്. ഓക്കെ, ചില ന്യൂട്രിയൻസ് നഷ്ടപ്പെടാറുണ്ട്. കാരണം ഓവർ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യരുത്. ഒന്ന് ഭക്ഷണം ഒരുപാട് ഓവർ കുക്ക് ചെയ്യരുത്. കൃത്യമായ അളവിൽ കുക്ക് ചെയ്യുക. പിന്നെ ചില വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നമ്മൾ കഴുകുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നമ്മൾ അതിന്റെ തൊലിയൊക്കെ കളയുന്ന സമയത്ത്, ഇപ്പൊ ആപ്പിൾ ഒക്കെ ശരിക്കും തൊലി കളയാതെ കഴിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളുടെ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന ആപ്പിൾ എന്നൊക്കെ പറയുന്നത് അത് ചിലപ്പോൾ കളർ ഉപയോഗിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിൽ ഒരു വാക്സി കോട്ടിംഗ് ഉണ്ട്. അതൊക്കെ കൊണ്ട് നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്, അത് പീൽ ചെയ്ത് കഴിക്കുന്നു അല്ലെ, അതിന്റെ തൊലി എല്ലാം റിമൂവ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ കഴിക്കുന്നത്. പക്ഷേ അത് ശരിക്കും നല്ലൊരു ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, അത് ആ തൊലിയോട് കൂടി കഴിക്കണം. കാരണം ആ തൊലിയിൽ എന്താണ്, ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ആ തൊലിയിലുണ്ട്. അപ്പൊ അങ്ങനെ കുറെ അധികം വെജിറ്റബിൾസിന്റെ സ്കിൻ എന്ന് പറയുന്നതും ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ്. അതുപോലെ അരി നമ്മൾ കഴുകുമ്പോൾ, നമ്മൾ ചോറ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്, അരി കഴുകുന്ന സമയത്ത് ഒരുപാട് ടൈം അരി കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ വൈറ്റമിൻസും എന്താ സംഭവിക്കുന്നത്, അതെല്ലാം പോവും. അപ്പൊ ഒരുപാട് കഴുകരുത്, തീരെ കഴുകരുത് എന്നല്ല, പക്ഷെ കഴുകുന്നതിനും ഒരു പരിധി ഉണ്ട് അല്ലെ. നമ്മൾ ഒരുപാട് കഴുകാനും പറ്റില്ല ഒന്നും തന്നെ, വെജിറ്റബിൾസ് ആണെങ്കിലും. ഇപ്പൊ നമുക്കറിയാം അതിൽ ഒരുപാട് പെസ്റ്റിസൈഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ അതിൽ ഒരുപാട് കഴുകി കഴിഞ്ഞിട്ടും എന്താണ്, കഴുകിയാലും എന്ത് സംഭവിക്കും, അതിലുള്ള വൈറ്റമിൻസിന്റെ അളവ് എന്താണ്, ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കും പോകുന്നുണ്ട്. നമുക്കറിയാം കുക്കിംഗ് എന്ന് പറയുന്നത് ഫുഡിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കൂട്ടുന്നുണ്ട്. ഓക്കെ, കുക്കിംഗ് എന്ന് പറയുന്നത് ടേസ്റ്റ് കൂട്ടുന്നുണ്ട്. നമുക്ക് കഴിക്കാൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമാക്കുന്നുണ്ട് അല്ലെ. പെട്ടെന്ന് നമുക്ക്, അതായത് ഡൈജഷനും സഹായിക്കുന്നുണ്ട്, പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ ഫുഡിന്റെ ടേസ്റ്റ് കൂട്ടുന്നുണ്ട്. പക്ഷെ കുക്കിങ്ങിലും കുറെ ന്യൂട്രിയൻസ് പോകുന്നുണ്ട്. അപ്പോ ഒരുപാട് ന്യൂട്രിയൻസ് എന്ത് സംഭവിക്കുന്നുണ്ട്, കുക്കിങ്ങിന്റെ സമയത്ത് പോകുന്നുണ്ട്. അതേപോലെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല. വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വേവിക്കൂലെ, കുറെ അധികം വെജിറ്റബിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ പരിപ്പൊക്കെ നമ്മൾ വേവിച്ചിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം വെച്ച് വേവിക്കും. എന്നിട്ട് ആ വെള്ളത്തിന് എന്ത് ചെയ്യും, ആ വെള്ളത്തിനെ നമ്മൾ ഊറ്റിക്കളയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ നമ്മൾ അത് കളയുന്ന സമയത്ത്, ആ വെള്ളം, എക്സസ് ആയിട്ടുള്ള വെള്ളം കളയുന്ന സമയത്ത് അതിലുള്ള പ്രോട്ടീൻസും അല്ലെങ്കിൽ അതിലുള്ള വൈറ്റമിൻസും എല്ലാം എന്താണ്, ആ വെള്ളത്തിലുണ്ട്, അതും കൂടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായ അളവിൽ വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യുക, വെള്ളം വെച്ചുകൊണ്ട് പാകം ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ വൈറ്റമിൻ സി, വൈറ്റമിൻ സിയും ഞാൻ പറഞ്ഞു, വൈറ്റമിൻ സി എന്ന് പറയുന്നതും കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറെ അധികം ന്യൂട്രിയൻസ് പോകുന്നു, കുറെ അധികം വൈറ്റമിൻസ് നഷ്ടമാകുന്നു എന്നുള്ളത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് സാലഡ്സ് ഉൾപ്പെടുത്തുക. നമ്മൾ ഫുഡ് കഴിക്കുന്നതിനൊപ്പം സാലഡുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ ഏറ്റവും കൂടുതൽ സാലഡുകൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം അവർ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ന്യൂട്രിയൻസും കൃത്യമായ അളവിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യുന്നു, കുറച്ച് സാലഡും കൂടി വെക്കുകയാണെങ്കിൽ, അത് ചില ഫ്രൂട്ട്സ് ആവാം, അല്ലെങ്കിൽ ചില വെജിറ്റബിൾസ്, റോ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് സാലഡ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതെന്താണ്, നമുക്ക് കിട്ടാത്ത ചില വൈറ്റമിൻസും അല്ലെങ്കിൽ മിനറൽസും എല്ലാം ഇതിലൂടെ എന്ത് ചെയ്യും, കോമ്പൻസേറ്റ് ചെയ്ത് പോകും. ഇനി നമ്മൾ താഴെ നിങ്ങൾക്കൊരു ചിത്രം കാണുന്നുണ്ട്. ബോജോ എന്ന് പറയുന്ന ഒരാള്. അപ്പൊ ആള് വിചാരിച്ചു, അപ്പൊ ആള് ഇതൊക്കെ കേട്ടിട്ട് ആള് വിചാരിച്ചു, ആള് ഒരു എന്താണ്, ഒരു നിഗമനത്തിലെത്തി, ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്നത് ഫാറ്റ് ആണ്, കാർബോഹൈഡ്രേറ്റിനെക്കാളും ഫാറ്റ് ആണ്. സോ ഫാറ്റ് കഴിക്കാം, ഫാറ്റ് ഉള്ള ഫുഡുകൾ നന്നായിട്ട് കഴിക്കാം, എന്നാൽ നമുക്ക് നല്ല ഊർജം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല പോലെ ഫാറ്റ് ഉള്ള ഭക്ഷണമാണ് കഴിച്ചത്. അതായത് സമൂസ കഴിച്ചു, അതേപോലെ പൂരി, മലായി, റബ്ഡി എന്നൊക്കെ പറയുന്ന പാല് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, പേട റബ്ഡി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കഴിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ശരിയാണെന്നുള്ളത്? ഇല്ല അല്ലെ, ഒരിക്കലും ശരിയല്ല. കാരണം ഇത്രയും ഫാറ്റ് ഉള്ള ഫുഡുകൾ എന്താണ്, കണ്ടിന്യൂസ് ആയി നമ്മൾ കഴിക്കരുത്. ഫാറ്റ് ഉള്ള ഫുഡ് കഴിക്കാം, വല്ലപ്പോഴും കഴിക്കാം, വളരെ കുറച്ചളവിൽ കഴിക്കാം. പക്ഷെ ഒപ്പം തന്നെ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഫാറ്റ് ഉള്ള ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബേൺ ആയി പോകും, ഫാറ്റ് ബേൺ ആയി പോകും, വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇപ്പൊ നമ്മള്
ഇതാണ് കുഴപ്പമില്ല, കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം ഫാറ്റ് വെച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ഹാംഫുൾ ആകും നമ്മുടെ ശരീരത്തിന്. അത് കൊഴുപ്പ് അടിഞ്ഞുകൂടി പൊണ്ണത്തടി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഈ പൊണ്ണത്തടി എന്ന് പറയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിന് അത് വളരെ ദോഷമായി ഭവിക്കുകയും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പൊണ്ണത്തടി എന്ത് ചെയ്യണം, പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത്രയുള്ള ഫാറ്റ് ഉള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക, ഫാറ്റ് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഫാറ്റ് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ കുറെ അധികം അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കും അല്ലെ. ഫാറ്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ ഉള്ള ഓരോ അസുഖങ്ങൾ വരുന്നതും അല്ലെങ്കിൽ ഹേർട്ടിനൊക്കെ പ്രോബ്ലങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള അധ്വാനം ഉണ്ടെങ്കിൽ ഫാറ്റുള്ള ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഡെഫിഷ്യൻസി ഡിസീസ്, ഓക്കെ, അപര്യാപ്തത രോഗം എന്ന് പറയും. അപര്യാപ്തത രോഗമാണ് ഡെഫിഷ്യൻസി ഡിസീസ്. അതായത് ഒരു വ്യക്തിക്ക് ഭക്ഷണം കൃത്യമായി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വേണ്ട അളവിന് പോഷക ഗുണങ്ങളൊന്നുമില്ല എങ്കിൽ ഇത് ഒരുപാട് കാലം തുടർന്നു പോകുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ വൈറ്റമിൻ എ വേണ്ടത്ര നമ്മുടെ ഭക്ഷണത്തിൽ ഇല്ല, നമ്മൾ വൈറ്റമിൻ എ കൃത്യമായി കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ എ കുറയുന്നു, അതിനനുസരിച്ചിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ കുറെ കാലം വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ ഇല്ലാതിരിക്കുകയും നമ്മൾ അതിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു അപര്യാപ്തത രോഗം അവിടെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ അവിടെ ഉണ്ടാവുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു പ്രോട്ടീൻ കിട്ടുന്നില്ല, ഒരു വ്യക്തിക്ക് പ്രോട്ടീൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഗ്രോത്ത് നിൽക്കുന്നു, ആ വ്യക്തി നന്നായി മെലിയുന്നു, വീക്ക് ആവുന്നു, നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വരുന്നു കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഇല്ലെങ്കിൽ. മരാസ്മസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇത് മൂന്നിന്റെയും ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന രോഗമാണ് മരാസ്മസ്. നിങ്ങളത് ചിത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു ചിത്രമായിരിക്കും. ഏറ്റവും കൂടുതൽ കുട്ടികളിലാണ് ഇത് ബാധിക്കുക. ദരിദ്ര രാജ്യങ്ങളിലുള്ള കുട്ടികളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് ഈ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ട്. അവർക്ക് ഭക്ഷണം നേരെ കിട്ടുന്നില്ല. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവർക്ക് മരാസ്മസ് എന്ന് പറയുന്ന രോഗം അവർക്ക് വരികയാണ്. എല്ലുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് അതിൽ ഉണ്ടാവുക. സോ അങ്ങനെയുള്ള ആളുകൾ ഭയങ്കര വീക്ക് ആവുന്നു, അവർക്ക് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നു. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അസുഖമാണത്, മരാസ്മസ് എന്ന് പറയുന്ന ഒരു അസുഖമാണത്. ഓക്കെ, അപ്പൊ അത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഒന്നും കിട്ടാത്തൊരു അസുഖമാണ്. ഇനി പ്രോട്ടീൻ മാത്രമാണ്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് വേറൊരു അസുഖം വരുന്നുണ്ട്, കോഷ്യോക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കും, ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുണ്ടാവും, കോഷ്യോക്കർ, മരാസ്മസ് എന്നുള്ളതൊക്കെ. ഇനി വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കൊണ്ടും സംഭവിക്കാം. ഓക്കെ, അതിന് മുൻപ് അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, ഇഫ് പേഴ്സൺ ഡസ് നോട്ട് ഗെറ്റ് ഇനഫ് പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുന്നു, ഫേസ് സ്വെല്ലിംഗ് ആകുന്നു, നന്നായിട്ട് വീങ്ങുന്നു, കളർ ഡിസ്കളറേഷൻ സംഭവിക്കുന്നു, സ്കിന്നിന്റെ ഡിസീസ് വരുന്നു, വയറിളക്കം വരുന്നു, ഡയറിയ വരുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കും പ്രോട്ടീൻ ഇല്ല എന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് വൈറ്റമിൻസും മിനറൽസും, നമ്മൾ പറഞ്ഞു വൈറ്റമിൻസും മിനറൽസും വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ളൂ അല്ലെ, വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ളൂ. പക്ഷെ അതാണ് പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, വൈറ്റമിൻസ് മിനറൽസ് നമ്മുടെ ശരീരത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ കുറയാനും സാധ്യതയുണ്ട്. നമുക്ക് കുറച്ചേ ആവശ്യമുള്ളൂ, പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻസി നമുക്ക് പെട്ടെന്ന് വരുന്നത് വൈറ്റമിൻസ് മിനറൽസിന്റെ ഡെഫിഷ്യൻസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ എല്ലാ ഡെഫിഷ്യൻസിയും ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എല്ലാ ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് എല്ലാ ഡെഫിഷ്യൻസി ഡിസീസസും നമുക്ക് നികത്താൻ പറ്റും. നമ്മൾ തുടക്കം ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, പല റീജിയൻ അല്ലെങ്കിൽ പല എന്താണ് വ്യത്യസ്ത തരമുള്ള ഫുഡുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. മീൽസ് തന്നെ പല പല വിധമായിരുന്നു. അതാണ് സമീകൃത ആഹാരം കഴിക്കണം, ഒരു ഗ്രെയിൻ
അല്ലെങ്കിൽ ഒരു ദാൽ അല്ലെങ്കിൽ മീറ്റ്, ഒരു വെജിറ്റബിൾ, ഒരു ഫാറ്റിന്റെ കണ്ടന്റോ അല്ലെങ്കിൽ പ്രോബയോട്ടിക്കിന്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഡയറ്ററി ഫൈബർ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു മീലായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. എന്നാൽ മാത്രമേ ബാലൻസ്ഡ് ഡയറ്റ് ആവുള്ളൂ. പക്ഷെ നമുക്ക് എന്നും അത് സാധ്യമല്ല. നമ്മൾ പറഞ്ഞു എല്ലാപ്പോഴും നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും പറ്റുന്ന സമയത്തൊക്കെ എക്സ്പെൻസീവ് അല്ലാതെ നമ്മൾക്ക് കിട്ടുന്ന, നമ്മുടെ ചുറ്റുപാടുമുള്ള, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെലവ് ചുരുക്കി നല്ല ന്യൂട്രിയൻ വാല്യൂ ഉള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എക്സ്പെൻസീവ് ആയ നല്ല ഫുഡുകൾ കഴിക്കുക, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാലേ നമ്മുടെ ഡയറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ, അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്ന, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, നമ്മുടെ ചുറ്റുപാടുള്ള ചീര മുരിങ്ങ പോലുള്ളതും അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഒരുപാട് കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് കാർബോഹൈഡ്രേറ്റിനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. പണ്ട് സമയത്തൊക്കെ ഒരു ഭയങ്കര ദാരിദ്ര്യം പിടിച്ചൊരു അവസ്ഥയിൽ നിന്നൊക്കെയാണ് അല്ലെ പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ സബ്സ്റ്റിറ്റ്യൂഷന് വരെ, ഇത് റൈസിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത് ഈ കൊള്ളി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിന് കപ്പ അല്ലെ, കപ്പ എന്ന് പറയുന്ന സാധനമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ കുറേ അധികം സാധനങ്ങൾ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കാച്ചിൽ എന്ന് പറയുന്ന കിഴങ്ങ് വർഗം, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ പറമ്പിലും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ അറിവുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പൊ അതെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ഇനി അപര്യാപ്തത രോഗങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം വൈറ്റമിൻസ് ഇല്ലെങ്കിൽ എന്തെല്ലാം അസുഖങ്ങൾ വരും എന്നാണ് നോക്കുന്നത്. അപ്പോ നോക്കുന്ന സമയം നമുക്ക് കാണാൻ പറ്റും വൈറ്റമിൻ എ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വൈറ്റമിൻ എ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വിഷൻ അല്ലെ, നമ്മുടെ കാഴ്ചക്ക് പ്രശ്നം വരും, കാഴ്ച മങ്ങുന്നു, അല്ലെങ്കിൽ രാത്രി കാണാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെ മാലക്കണ്ണ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ്, രാത്രി നമുക്ക് കാണില്ല, പകലൊന്നും കുഴപ്പമുണ്ടാവില്ല, രാത്രി കണ്ണ് കാണാത്തൊരവസ്ഥ, അതാണ് മാലക്കണ്ണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അത് വൈറ്റമിൻ എന്റെ കുറവാണ്. ചില സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് കാഴ്ച പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ വൈറ്റമിൻ എ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി വൈറ്റമിൻ B1, നമ്മൾ പറഞ്ഞല്ലോ ബി കോംപ്ലക്സിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ B1 എന്ന് പറയുന്ന വൈറ്റമിൻ അതുകൊണ്ട് ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസോർഡർ എന്ന് പറയുന്നത് ബെറിബെറി ആണ്. അപ്പൊ ബെറിബെറി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മസിലുകൾ വീക്ക് ആകുന്നു, നമുക്ക് ഒരു ജോലിയും ചെയ്യാനായിട്ട് വലിയ ഊർജം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അതാണ് വൈറ്റമിൻ B1ന്റെ. ഇനി വൈറ്റമിൻ സി ആണെങ്കിൽ സ്കർവി എന്ന് പറയുന്ന ഒരു ഡിസീസ് ആണ് ഉണ്ടാവുക. നമ്മള് എന്തെങ്കിലും കഴിക്കുന്ന സമയത്തോ ഒക്കെ എന്താണ്, നമ്മുടെ ഗംസ് ഒക്കെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ മോണയിൽ നിന്നും രക്തം വരിക എന്നുള്ളതാണ്. അതേപോലെ മുറിവുകൾ ഉണ്ടായാൽ അത് ഒരുപാട് ടൈം എടുത്തിട്ടേ ഉണങ്ങുള്ളൂ, ഒരുപാട് ടൈം എടുത്തിട്ട് അത് റിക്കവർ ആവുള്ളൂ എന്നുള്ളതാണ്. അതാണ് സ്കർവി വന്നിട്ടുള്ള ഒരു പ്രശ്നം. പിന്നെ വിറ്റമിൻ ഡി, റിക്കറ്റ്സ് എന്ന് പറയും, കണ എന്നാണ് മലയാളത്തിൽ നമ്മൾ കണരോഗം എന്ന് പറയും, കണ എന്ന് പറയും റിക്കറ്റ്സിനെ. അത് ബോൺസ് ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് അത് ബെൻഡ് ആവുന്നു, അത് ഒടിഞ്ഞു പോകുന്ന അവസ്ഥ വരെ എത്തുന്നു, ബോണുകളൊക്കെ സോഫ്റ്റ് ആവുന്ന അവസ്ഥയാണ് വിറ്റമിൻ ഡി. ഇനി കാൽഷ്യം ആണെങ്കിൽ ബോൺ ആൻഡ് ടൂത്ത് ഡീക്കെ ആണ്. അതായത് എല്ലുകള്, അതേപോലെ പല്ലുകളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അവസ്ഥ, പൊടിഞ്ഞു പോകുന്ന ഒക്കെ ഒരു അവസ്ഥ വരുന്നുണ്ട്. വീക്ക് ആയിട്ടുള്ള ബോൺ ആയിരിക്കും. അതേപോലെ ടീത്ത് സംഭവിക്കുന്നു, ടൂത്ത് ഒക്കെ ഡീക്കെ ആവുന്നു എന്നുള്ളതാണ്. ഇനി അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഗോയിറ്റർ എന്ന് പറയുന്ന അവസ്ഥയാണ്. അതായത് തൈറോയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി വരുന്ന ഒരു അവസ്ഥ. നമുക്ക് തൈറോയിഡ് ഉള്ളവരുടെ കഴുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത്. ആ കഴുത്ത് എന്ന് പറയുന്നത് എന്താണ്, ഫ്രണ്ടിൽ ഇങ്ങനെ വലിയൊരു ബൾജഡ് ആയിട്ട് അല്ലെങ്കിൽ സ്വള്ളനായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് വീർത്ത് വരുന്നത് കാണാൻ പറ്റും. അതേപോലെ കുട്ടികളിലാണെങ്കിൽ മെന്റൽ ഡിസബിലിറ്റി ഉണ്ടാവുന്ന സാധ്യതയും ഉണ്ട്. ഇനി അയൺ ആണെങ്കിൽ അനീമിക് എന്ന് പറയുന്ന രോഗമാണ്. അയൺ ഇല്ല നമ്മുടെ ശരീരത്തിൽ, അയൺ കുറവാണെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും, കുട്ടി അനീമിക് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനീമിയ വളരെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒന്നാണ് അല്ലെ, അനീമിയ ആണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഡെഫിഷ്യൻസി ഡിസോർഡർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഒരു ഭക്ഷണമായിരിക്കണം നമ്മൾ എപ്പോഴും കഴിക്കേണ്ടത്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം
എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും അതാണ് മനസ്സിലാക്കി തരുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് കൃത്യമായ ക്വാണ്ടിറ്റി കഴിക്കുക, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഒന്നും കഴിക്കാതിരിക്കുക, ഒരുപാട് കുറയരുത് എന്നാൽ ഒരുപാട് കൂടരുത്, കൃത്യമായി കഴിക്കുക, എല്ലാം ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. ജസ്റ്റ് സമ്മറി പറയുന്നത് ദ മേജർ ന്യൂട്രിയൻസ്, നമ്മൾ ഇപ്പൊ പറഞ്ഞത് തന്നെ ഒരു സമ്മറി ആയിട്ട് പറയാണ്. എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻസ് നമ്മുടെ ഫുഡിലുള്ളത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. അല്ലാതെ ഡയറ്ററി ഫൈബേഴ്സും വാട്ടറും ഉണ്ട്. കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഊർജം നൽകുന്നു, എനർജി നൽകുന്നു. പ്രോട്ടീൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്തിനും മെയിൻ്റെനൻസിനും ആവശ്യമാണ്. വൈറ്റമിൻസ് രോഗത്തിൽ നിന്നും രക്ഷിക്കുന്നു. ബാലൻസ്ഡ് ഡയറ്റ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായ അളവിൽ നമ്മുടെ എല്ലാ നീഡ്സും എന്താണ്, എല്ലാ നീഡ്സ്, അതായത് നമ്മുടെ ബോഡിന്റെ നീഡ്സിനനുസരിച്ചുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, കൃത്യമായ അളവിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഡെഫിഷ്യൻസി, ഒന്നിൽ കൂടുതൽ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ഒരുപാട് കാലം തുടർന്നു പോവുകയാണെങ്കിലാണ്. ഇത് നമ്മൾ കുറച്ചു കാലം മാത്രമാണെന്നുണ്ടെങ്കിൽ അത് വലിയ തരത്തിൽ നമ്മളെ ബാധിക്കില്ല. പക്ഷെ വലിയൊരു ലോങ് പീരീഡ് ഓഫ് ടൈം നമുക്കൊരു ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാലാണ് അതൊരു ഡിസോർഡർ ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു ഡിസീസ് ആയിട്ട് മാറുക എന്ന് നമുക്ക് പറയാം. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി പറയാണ്. നെയിം ദ മേജർ ന്യൂട്രിയൻ ഇൻ അവർ ഫുഡ്. നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, പിന്നെ ഡയറ്ററി ഫൈബേഴ്സ് ആൻഡ് വാട്ടറും കൂടി നമുക്ക് പറയാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനർജി നൽകുന്ന ന്യൂട്രിയൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനർജി നൽകുന്ന ന്യൂട്രിയൻ എന്താണ്? ഫാറ്റും കാർബോഹൈഡ്രേറ്റും. ഗ്രോത്തിനും മെയിൻ്റെനൻസിനും വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പ്രോട്ടീൻ ആൻഡ് മിനറൽസ് എന്ന്. വൈറ്റമിൻ ഫോർ ഗുഡ് ഐസൈറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ വൈറ്റമിൻ എ. ബോൺസിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള മിനറൽ കാൽഷ്യം ആണ്. ഇനി നെയിം ടു ഫുഡ് ഈച്ച് റിച്ച് ഇൻ ഫാറ്റ് എന്ന് പറയാം. നമുക്ക് ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗീ പറയാം, ബട്ടർ പറയാം. സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ടപ്പിയോക്ക പറയാം, റൈസ് പറയാം. ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാരറ്റ് പറയാം, അല്ലെങ്കിൽ പംകിൻ പറയാം, അങ്ങനെ പറയാം. പ്രോട്ടീൻ എഗ്, മിൽക്ക് പറയാം. ഇനി by eating rice alone we can fulfill nutrient requirement in our body. ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. അരി മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ന്യൂട്രിയൻ റിക്വയർമെന്റ് പറ്റോ? ഇല്ല, തെറ്റ്. ഇത് ഫോൾസ് ആണ്. ഡെഫിഷ്യൻസി ഡിസീസസ് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ ഈറ്റിംഗ് എ ബാലൻസ്ഡ് ഡയറ്റ്. ശരിയാണ്. ബാലൻസ്ഡ് ഡയറ്റ് ഫോർ ദ ബോഡി ഷുഡ് കണ്ടെയ്ൻ എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റം. ശരിയാണ്. ബാലൻസ്ഡ് ഡയറ്റിൽ എന്താണ്? വെറൈറ്റി ഫുഡ് ഐറ്റം നമുക്ക് ആവശ്യമാണ്. മീറ്റ് അലോൺ ഈസ് സഫിഷ്യന്റ് ടു പ്രൊവൈഡ് ഓൾ ദ ന്യൂട്രിയൻസ് ഓഫ് ദ ബോഡി. തെറ്റ്. നമ്മൾ മീറ്റ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല, അല്ലെ? അതുപോലെ അരി മാത്രം കഴിച്ചിട്ട് കാര്യമില്ല, എല്ലാം കൂടിയിട്ട് വേണം. സോ അടുത്തത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഡാഷ് ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി കൊണ്ട് ഉണ്ടാകുന്ന അസുഖം എന്താണ്? റിക്കറ്റ്സ് ആണ്, അല്ലെ? റിക്കറ്റ്സ് ആണ് വൈറ്റമിൻ ഡി കൊണ്ട് ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നത്. ഡെഫിഷ്യൻസി ഓഫ് ഡാഷ് കോസസ് എ ഡിസീസ് നോൺ ആസ് ബെറിബെറി. ബെറിബെറി എന്ന് പറയുമ്പോൾ തന്നെ ബെറിബെറി, അപ്പൊ ബി എന്ന് ആലോചിച്ചാൽ മതി. B1 കൊണ്ടാണ്, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ B1 കൊണ്ടാണ് ബെറിബെറി ഉണ്ടാവുന്നത്. വിറ്റമിൻ സി കൊണ്ട് ഉണ്ടാവുന്നത് എന്താണ്? സ്കർവി ആണ് വിറ്റമിൻ സി കൊണ്ട് ഉണ്ടാവുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? വിറ്റമിൻ എ കുറയുമ്പോഴാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് എക്സസൈസസ് കൊടുത്തിട്ടുള്ളത്, ഇത്രയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം വായിച്ചു, എല്ലാ ഭാഗവും ഞാൻ നോക്കിയിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. സമ്മറിയും ക്വസ്റ്റ്യൻസും അടക്കം ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തു, ഒന്നും വിട്ടിട്ടില്ല. ലൈൻ ബൈ ലൈൻ ആണ് ഇതിൽ വായിച്ചിട്ടുള്ളത്. ഒരു ഭാഗം പോലും ഈ ഒരു ചാപ്റ്ററിൽ വിട്ടിട്ടില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു സയൻസ് ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്.